Hello everyone, good evening all of you guys. Hello, warm welcome. So ഒരു IIT അല്ലെങ്കിൽ NIT അല്ലെങ്കിൽ ഒരു പ്രീമിയം എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആസ്പയർ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സെഷനാണ് ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്. സോ വാം വെൽക്കം ഓൾ ഓഫ് യു ഗൈസ്. പ്രത്യേകിച്ച് JEE എക്സാമിൽ ഏറ്റവും സ്കോറിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് കെമിസ്ട്രി. കെമിസ്ട്രിയിൽ എങ്ങനെ 99% അല്ലെങ്കിൽ 100% വരെ നമുക്ക് എങ്ങനെ റെഡിയാക്കാം, ഈ ഒരു വർഷത്തേക്ക് നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്ട്രാറ്റജി എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുക. സോ വാം വെൽക്കം ഓൾ ഓഫ് യു ഗൈസ്. ഹലോ സൂരജ്, ഹലോ ക്രിസ്റ്റൽ, ഹലോ അഫ്ലു. ഓക്കെ, സോ വാം വെൽക്കം ഓൾ ഓഫ് യു ഗൈസ്. നിങ്ങൾക്ക് കുറേ കൺസേൺസ് ഉണ്ടാവും, എനിക്കറിയാം. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, വാം വെൽക്കം ഓൾ ഓഫ് യു, വാം വെൽക്കം. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കാണാം, കേൾക്കാം. ഓഡിബിൾ ആൻഡ് വിസിബിൾ ആണെങ്കിൽ ചാറ്റിലൊന്ന് കൺഫേം ചെയ്യാവോ, ചാറ്റിലൊന്ന് മെൻഷൻ ചെയ്യാവോ? Am I audible and visible? Am I audible and visible? Okay, warm welcome and warm welcome to all of you guys. Hello Amin, hello Siddharth, hello Suraj, yes, hello Hania. Okay, warm welcome everyone. So നമുക്കിതാ the big IIT dream അല്ലെങ്കിൽ the big NIT dream അല്ലെങ്കിൽ ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള എഞ്ചിനീയറിംഗ് ആസ്പിരൻ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും, നിങ്ങൾ ഈ വർഷം ഫോളോ ചെയ്യേണ്ട സ്ട്രാറ്റജീസും കെമിസ്ട്രി എന്നുള്ള സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും എങ്ങനെ ഡീൽ ചെയ്യാന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ വാം വെൽക്കം എവരി വൺ. ഓക്കെ, ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു, ഇനിയും ആൾക്കാർ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. സോ വാം വെൽക്കം എവരി വൺ. ലെറ്റ് സ്റ്റാർട്ട് ഓഫ് ദെൻ. നമുക്കിനി സമയം കളയണ്ട, നമുക്ക് തുടങ്ങിയേക്കാം. നിങ്ങൾ ആസ്പയർ ചെയ്യുന്ന ഒരു കോളേജ് എന്ന് പറയുന്നത് ഈ കാണുന്ന IIT-കളോ IIS-കളോ IIST-കളോ ഇതിനകത്ത് ഏത് വേണമെങ്കിലും ആകാം. ഇറ്റ് ക്യാൻ ബി എനി പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. ഐസർ ഉണ്ട്, IITs ഉണ്ട്, NITs ഉണ്ട്. ഇപ്പോൾ ടോപ്പ് ഒരു 4, 5 അല്ലെങ്കിൽ 6 IIT-കൾക്ക് ശേഷം വരിക ഏറ്റവും ടോപ്പായിട്ടുള്ള NIT-കളുണ്ട്. സൂറത്കൽ, വാറങ്കൽ, പിന്നെ ട്രിച്ചി, കാലിക്കറ്റ് NIT, ഇതൊക്കെയാണ് ഏറ്റവും ടോപ്പിൽ വരുന്ന NITs. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ആസ്പയർ ചെയ്യുന്ന കോളേജുകൾ എന്ന് എനിക്കറിയാം. നമ്മൾ അതിനെപ്പറ്റി തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. നമുക്ക് അതിനകത്തേക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരാം. നോക്കുക, ഈ വർഷം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഡ്രീമിലേക്ക് എത്തിച്ചേർന്ന സൈലത്തിലെ കുട്ടികളാണ് ഈ ആൾക്കാരെല്ലാം. ഇത് 2025-ലെ JEE മെയിൻ്റെ പെർസെൻറ്റേജായി കാണിച്ചേക്കുന്നത് കേട്ടോ. അഡ്വാൻസ് റിസൾട്ട് നിങ്ങൾ ഇവിടെ പലതവണ കണ്ടിട്ടുണ്ടാവും. ഞാൻ അതിനകത്തേക്ക് ഇനിയും നിങ്ങളെ കൊണ്ടുപോയി നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഡ്രീമിലേക്ക് ഒരു വർഷം കൊണ്ടോ അല്ലെങ്കിൽ ഒരു വർഷം റിപ്പീറ്റ് ചെയ്തിട്ടോ എത്തിച്ചേർന്ന സൈലത്തിൻ്റെ താരങ്ങളാണ് ഈ കാണുന്നവരൊക്കെ. അടുത്ത വർഷം നിങ്ങളുടെ ഫോട്ടോ ഇവിടെ വെച്ച് ഞങ്ങളുടെ ധീര ബാച്ചിലുള്ള, ഞങ്ങളുടെ സൂപ്പർ കിങ്സ് ബാച്ചിലുള്ള, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫീനിക്സ് ബാച്ചിലുള്ള, അല്ലെങ്കിൽ ഞങ്ങളുടെ നമ്മുടെ സ്കൂൾ സൈലം സ്കൂൾ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ആളെന്ന രീതിയിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളെ ഞാൻ അടുത്ത വർഷം ഞാൻ പരിചയപ്പെടുത്തും. ഓക്കെ, IIT ഡൽഹി റിപ്പീറ്റേഴ്സിന് IIT കിട്ടാൻ ചാൻസ് ഉണ്ടോ? നമുക്ക് റിപ്പീറ്റർ ആണെങ്കിൽ ചാൻസ് ഇല്ല അമീനെ. കാരണം IIT അഡ്വാൻസ് നിങ്ങൾ +2 പാസ്സാവുന്ന വർഷം അതിനുശേഷം ഒരു തവണയും കൂടി എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കൺസ്ട്രെയിൻ ഉണ്ട്. അപ്പോൾ ആ കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. സോ എല്ലാവർക്കും വൺസ് അഗെയിൻ വാം വെൽക്കം. അപ്പം നമുക്കിതാ മുൻപോട്ട് പോകാം. നമുക്കിതാ കെമിസ്ട്രി എന്നുള്ള സബ്ജക്റ്റിലേക്ക് വരുന്നതിന് മുൻപ് നിങ്ങൾ ആസ്പയർ ചെയ്യുന്ന കുറച്ചും കൂടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ അവിടെ കാണിച്ചു തരാണ്. ഐസർ കൊൽക്കത്തയുണ്ട്, ഐസേഴ്സ് പല സ്ഥലങ്ങളിലുള്ള ഐസേഴ്സ് ഉണ്ട്. മൊഹാലിയിൽ ഐസർ ഉണ്ട്, ട്രിവാൻഡ്രം ഐസർ ഉണ്ട്, പിന്നെ ഭോപ്പാൽ, പൂനെ ഐസേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ വേറെ പല റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഉണ്ട്. ഈ IISc, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാവുന്ന ഇത് IISc ബാംഗ്ലൂരിൻ്റെ ക്യാമ്പസാണ് നിങ്ങളിവിടെ കാണുന്നത്. ഫസ്റ്റ് NIRF റാങ്കിങ് ആണ്. ഓക്കെ, യൂണിവേഴ്സിറ്റി ആൻഡ് റിസർച്ചിനകത്ത് ഫസ്റ്റ് NIRF റാങ്കിങ്ങിനുള്ള IISc-യിലേക്കും നിങ്ങൾക്ക് ഈ കാണുന്ന JEE എക്സാമിൽ കൂടെ തന്നെയാണ് എൻട്രൻസ് വരിക. അതുപോലെ IIST, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രത്തുള്ള ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള അഡ്മിഷൻസ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് എഡ്യൂക്കേഷൻ റിസർച്ച്, ഐസർ കൽക്കട്ട, പൂനെ, ഭോപ്പാൽ, മൊഹാലി നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇവിടേക്കൊക്കെയുള്ള അഡ്മിഷൻ നമുക്ക് എങ്ങനെയാണ് വരുന്നത്? ഇറ്റ് ഓൾ കംസ് ത്രൂ JEE എക്സാം അല്ലേ. അപ്പോൾ ഈ JEE എക്സാമിന് നമ്മുടെ സ്ട്രാറ്റജി എന്തായിരിക്കണം എന്നുള്ള നമ്മൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ. സോ ഈ കാണുന്നതെല്ലാം നിങ്ങളുടെ ഡ്രീമാണ്. ഇനി ആ ഡ്രീമിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ എങ്ങനെ ചെയ്യണം? അപ്പോൾ പല രീതിയിൽ നമുക്ക് ഈ ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഇനിയൊരു വർഷത്തേക്ക് കാര്യങ്ങൾ മുൻകൂട്ടി കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഇനിയുള്ള മാസങ്ങളിലേക്ക് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, ആ കാര്യം നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ എക്സാം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നോ ദ എക്സാം. ഈ എക്സാം നിങ്ങളുടെ കോൺസെപ്റ്റ് ക്ലാരിറ്റി മാത്രമാണോ ടെസ്റ്റ് ചെയ്യുന്നത്? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ നമ്മുടെ JEE മെയിൻ എക്സാം എന്ന് പറയുന്നത് നിങ്ങളുടെ കോൺസെപ്ച്വൽ ലെവൽ മാത്രമാണോ ടെസ്റ്റ് ചെയ്യുക? അല്ല, നിങ്ങളുടെ ബാക്കിയുള്ള പല രീതിയിലുള്ള സ്കില്ലുകളും ടെസ്റ്റ് ചെയ്യും. അതായത് എക്സാമിൽ നിങ്ങൾ ടൈം എങ്ങനെ മാനേജ് ചെയ്യുന്നു, നിങ്ങളുടെ സ്ട്രെസ് എങ്ങനെ മാനേജ് ചെയ്യുന്നു,
നിങ്ങൾക്ക് റിസോഴ്സുകൾ നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു, എത്ര എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുന്നു, അങ്ങനെ പല കാര്യങ്ങൾ ഈ ഒരു എക്സാമിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓൺ ടോപ്പ് ഓഫ് കോൺസെപ്റ്റ് ക്ലാരിറ്റി. കോൺസെപ്റ്റ് ക്ലാരിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, പക്ഷെ അതിന് പുറമെ വേറെ പല കാര്യങ്ങളും ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമേ നമുക്ക് ഈ JEE എക്സാമിൻ്റെ ഒരു ഓവറോൾ ഐഡിയ നമുക്കൊന്ന് പോയി നോക്കാം. ലെറ്റ്സ് ഗോ ത്രൂ ദ JEE എക്സാം. നമുക്കറിയാം കഴിഞ്ഞ വർഷം 14,75,000, അതായത് ഓൾമോസ്റ്റ് 15 ലക്ഷം പേരാണ് ഈ എക്സാം എഴുതുന്നത്. JEE എക്സാമിൻ്റെ ട്രെൻഡ് മുകളിലേക്ക്, അതായത് ഇനിയുള്ള വർഷങ്ങളിലേക്ക് കോമ്പറ്റീഷൻ കൂടുമെന്ന് തന്നെ വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. കൂടുതൽ ആൾക്കാർ JEE എക്സാമിലേക്ക് എഴുതാനും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാനും ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്. ഇനി ഈ കാണുന്ന ഈ നമ്പറാണ് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം ഈ 15 ലക്ഷം പേരിൽ ആദ്യത്തെ ഒരു 3-4 ലക്ഷം പേര് മാത്രമാണ് നിങ്ങളുടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ദ കോമ്പറ്റീഷൻ ഈസ് ജസ്റ്റ് 3 to 4 lakh പീപ്പിൾ. ബാക്കിയുള്ളവരൊക്കെ വെറുതെ ഒന്ന് എഴുതി നോക്കുന്നതാണ്. +2 കഴിയുമ്പോൾ എല്ലാവരും വിചാരിക്കില്ല എല്ലാവരും JEE എഴുതാൻ ഞാനും എഴുതാം, അങ്ങനെ എഴുതുന്ന ആൾക്കാരാണ് മെജോറിറ്റി. അപ്പോൾ നമ്മുടെ സീരിയസ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഈ 14 ലക്ഷം പേരല്ല. സീരിയസ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ടോപ്പിലുള്ള ഒരു 3-4 ലക്ഷം പേര് മാത്രമാണ് നമ്മുടെ കോമ്പറ്റീഷൻ. അതുകൊണ്ട് ഈ പേര് അല്ലെങ്കിൽ നമ്പർ കണ്ട് പേടിക്കേണ്ട ആൾക്കാരല്ല നിങ്ങൾ. പലരും വിചാരിക്കും സാർ 15 ലക്ഷം പേര് എഴുതുന്ന എക്സാം, അതിൽ നമുക്ക് എന്ത് ചാൻസ് ഉണ്ട്? കാരണം അവരൊക്കെ വെറുതെ ഒന്നും പ്രിപ്പയർ ചെയ്യാണ്ട് എഴുതുന്നവരാണ്. അവർക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല. JEE ആദ്യമായിട്ട് കേട്ടിട്ട് വന്ന എക്സാം എഴുതുന്നവരുണ്ട്. അത്ര സില്ലിയായിട്ട് ഈ എക്സാമിനെ കണ്ടു എഴുതുന്നവരാണ് മെജോറിറ്റി, അതായത് 75% ആൾക്കാർ. നമ്മളെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് പ്ലാൻ ചെയ്താണ് മുൻപോട്ട് പോകുന്നത്. അപ്പം നമ്മുടെ സീരിയസ് കോമ്പറ്റീഷൻ 15 ലക്ഷം പേരല്ല, വെറും 4 അല്ലെങ്കിൽ 3-4-5 ലക്ഷം പേര് മാത്രമാണ് നമ്മുടെ കോമ്പറ്റീഷൻ എന്നുള്ള കാര്യം ആദ്യമേ മനസ്സിലാക്കുക. മെൻഡിവാർ കഴിഞ്ഞടാ സൈലം JEE ഓഫ്ലൈൻ ക്ലാസ് ജോയിൻ ചെയ്തു, ബട്ട് NCERT ക്രാക്കർ PYQ ബുക്ക് ഒന്നും കിട്ടിയില്ല, അത് ടൈം എടുക്കും. അവിടെ അത് എത്തിച്ചേർന്നോളൂടാ, കുഴപ്പമില്ല. ഓക്കെ. NIT കാലിക്കറ്റ് CSE OBC ഹോം സ്റ്റേറ്റ് പെർസെൻറ്റേജ് എത്ര? അബി അതോ ഓരോരോ ബ്രാഞ്ചിനനുസരിച്ച് അത് മാറും. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിനുള്ള പെർസെൻറ്റേജ് കട്ട് ഓഫ് ആയിരിക്കില്ല, അല്ലെങ്കിൽ പെർസെൻറ്റേജ് ആയിരിക്കില്ല കെമിക്കൽ എഞ്ചിനീയറിംഗിനുണ്ട്. അപ്പോൾ ഓരോരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കനുസരിച്ച് ഓരോരോ ബ്രാഞ്ചിനനുസരിച്ച് നിങ്ങളുടെ ലാസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ ലാസ്റ്റ് പെർസെൻറ്റേജ് മാറാം. ഓക്കെ. ഇപ്പോൾ ഹോം സ്റ്റേറ്റിലും അല്ലാണ്ടുമായിട്ട് മാറ്റങ്ങൾ വരാം. ഓക്കെ. ബട്ട് നമ്മളിതാ ഇനി മുൻപോട്ട് പോകുന്നത് വേറെ 1-2 കാര്യങ്ങളിലേക്കാണ്. എക്സാം പാറ്റേൺ എങ്ങനെയാണ് നിങ്ങളുടെ? നമ്മൾ ഈ എക്സാമിനെ പറ്റി ഒന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം എക്സാം പാറ്റേൺ JEE നിങ്ങൾക്കറിയാം 2 ഫേസിലായിട്ടാണ് നടക്കുന്നത്. 75 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. നിങ്ങൾക്കറിയാം ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്സിലും 25 ചോദ്യങ്ങൾ വെച്ചുണ്ടാവും. MCQs 20 ചോദ്യങ്ങളും 5 ഇൻറ്റീജർ ടൈപ്പ് ന്യൂമറിക്കൽ ചോദ്യങ്ങളും ഉള്ളതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ കാണിക്കുന്നത് മാത്രം. അഡ്വാൻസിനെ പറ്റി ചോദിക്കുന്ന പല ആൾക്കാരുണ്ടാവും. 1-2 പേര് ഇവിടെ അഡ്വാൻസ്ഡ് എക്സാം നമ്മൾ എങ്ങനെയാണ് ഡീൽ ചെയ്യാന്നൊക്കെ കമൻസിൽ ചോദിക്കുന്നുണ്ട്. അഡ്വാൻസിനെ പറ്റി ഞാൻ പിന്നീട് പറയാം കേട്ടോ. നമ്മളിപ്പോൾ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് JEE മെയിനെ പറ്റിയാണ്. ഈ 2 ഫേസിൻ്റെ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. 2 ഫേസിനകത്ത് ആദ്യത്തെ ഫേസ് വരെ ജനുവരിയിലും രണ്ടാമത്തെ ഏപ്രിലുമായിട്ടാണ് 2 ഫേസിൽ നടക്കുക. നിങ്ങൾ ഈ 2 എക്സാമും എഴുതണം. അതിൽ നിങ്ങൾക്ക് ബെസ്റ്റ് സ്കോർ ഏത് കിട്ടുന്നോ അതാണ് നിങ്ങളുടെ പെർസെൻറ്റേജ്. ബെസ്റ്റ് ഓഫ് 2 ആണ്. അതായത് ഈ ഒരു എക്സാം നിങ്ങൾക്ക് തരുന്ന ഒരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഒരു തവണ പോയാലും അടുത്ത തവണ കിട്ടാനുള്ള ചാൻസ് നിങ്ങൾക്ക് അവിടെ ഉണ്ട്. സോ ബെസ്റ്റ് ഓഫ് 2 ആണ്. നിങ്ങൾക്ക് ഒരു തവണ ശരിയായില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് പ്രിപ്പറേഷൻ്റെ കുറവ് കൊണ്ടോ റിവിഷൻ്റെ കുറവ് കൊണ്ടോ പ്രോപ്പറായിട്ട് സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടോ ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടോ നിങ്ങൾക്ക് പോയി എന്ന് വിചാരിക്കാം. എന്നാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ടാമത്തെ ഫേസിൽ പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു എക്സാമാണ് JEE മെയിൻ എക്സാം. അപ്പോൾ ആ ഒരു കാര്യം നമ്മുടെ അഡ്വാൻറ്റേജ് ആണെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ. ഓൺലൈൻ ബാച്ചിൽ പഠിച്ചവർക്ക് കിട്ടുന്നുണ്ടോ? വൈ നോട്ട്? ഓൺലൈൻ ആയിട്ടാണെങ്കിലും ഓഫ്ലൈൻ ആയിട്ടാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന ഡാറ്റ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ, നമ്മൾ കൊടുക്കുന്ന ലേണിംഗ് ഡിഫറൻസ് ഇല്ല. പക്ഷേ നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഒരു വിഷയമില്ല, നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാം. പക്ഷേ ചിലരുണ്ടാവും, സാർ എനിക്കങ്ങനെ ഓൺലൈനായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റൂല, ഞാൻ എപ്പോഴും പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവും. അങ്ങനെയാണ് നിങ്ങൾ ഓഫ്ലൈൻ ചൂസ് ചെയ്യണം. ഓൺലൈൻ ഓർ ഓഫ്ലൈൻ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ട് സോണിലിരുന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് നിങ്ങൾ, ഡെഫിനറ്റ്ലി നിങ്ങൾ ഓൺലൈൻ ചൂസ് ചെയ്താൽ മതി. അതേസമയം നിങ്ങൾക്ക് ആരെങ്കിലും ഒരാളെങ്കിലും എന്നെ റെഗുലേറ്റ് ചെയ്യാൻ, ഹെൽപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒന്ന് ഗൈഡ് ചെയ്യാൻ ഉണ്ട് എന്നൊരു ഫീലിംഗ് വരണം ഓഫ്ലൈൻ. അത് നിങ്ങളുടെ ചോയ്സ് എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അതിനകത്തേക്കൊക്കെ പിന്നീട് വരാം. സോ നമ്മൾ ആദ്യത്തെ ഭാഗത്തേക്ക് നമ്മൾ കഴിഞ്ഞതാ എക്സാം പാറ്റേൺ. നിങ്ങൾക്കറിയാം ഓൺലൈനാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. 180 മിനിറ്റ്, അതായത് 3 മണിക്കൂറാണ് സമയം. മോർണിംഗ് ഷിഫ്റ്റും ഈവനിങ് ഷിഫ്റ്റോടെ 2 ഷിഫ്റ്റിലായിട്ടാണ് നടക്കുക. മാർക്കിംഗ് സ്കീം നമുക്കറിയാം 75 ക്വസ്റ്റ്യൻ, ഓരോ ചോദ്യത്തിനും 4 മാർക്കാണ് നമുക്ക് ഉണ്ടാവുക. തെറ്റിക്കഴിഞ്ഞാൽ -1 ഉണ്ട്. ഇനി JEE മെയിന് നമുക്കിതാ 3 കോൺസിക്യൂട്ടീവ് ഇയേഴ്സിലേക്ക് നിങ്ങൾക്ക് എഴുതാം. അതായത് പാസ്സാവുന്ന വർഷം, അത് കഴിഞ്ഞിട്ട് 2 അറ്റംപ്റ്റും കൂടിയാണ് JEE മെയിൻ ഉള്ളത്. അഡ്വാൻസിനെ സംബന്ധിച്ച് 2 കോൺസിക്യൂട്ടീവ് ഇയറിൽ മാത്രമേ പറ്റുള്ളൂ. അതായത്
ആദ്യത്തെ വർഷം പാസ് ഔട്ടായി നിങ്ങൾ ജെഇ അഡ്വാൻസ് എഴുതി കഴിഞ്ഞാൽ അതിനുശേഷം ഒരു തവണയും കൂടെ നിങ്ങൾക്ക് ജെഇ അഡ്വാൻസ് എഴുതാൻ പറ്റുള്ളൂ. റിപ്പീറ്റിംഗ് അഡ്വാൻസിന് വേണ്ടി പോസിബിൾ അല്ല എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. നമ്മൾ എക്സാം എങ്ങനെയാണെന്ന് അനലൈസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് എക്സാമിനെ പറ്റി ഒരു ധാരണ നമുക്കായി. ഇനി നമ്മൾ എന്ത് വേണം, എങ്ങനെ കെമിസ്ട്രി എന്നുള്ള സബ്ജക്റ്റ് ഡീൽ ചെയ്യണം. ഫസ്റ്റ് തിങ് കോൺസെപ്റ്റ് ക്ലാരിറ്റി. കുറേ ആൾക്കാർ പറഞ്ഞു സാർ IIT അഡ്വാൻസ് ഒക്കെ നമ്മൾ എന്താ ചെയ്യുക. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇത്തവണ ഞാൻ കുറേ കുട്ടികളോട് സംസാരിച്ചു. അതായത് സൈലത്തിൽ നിന്ന് തന്നെ അഡ്വാൻസിന് അടിപൊളി മാർക്ക് വാങ്ങി IIT സീറ്റ് ഗ്യാരണ്ടി ആയിട്ടുള്ള ആൾക്കാരോട് ഞാൻ സംസാരിച്ചു. നിങ്ങൾക്ക് ഈ അഡ്വാൻസിൻ്റെ പ്രിപ്പറേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത് എന്താ? എല്ലാവരും പറഞ്ഞ ഒരൊറ്റ കാര്യമാണ് കോൺസെപ്റ്റ്, ഫണ്ടമെൻ്റൽ ഈ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണെങ്കിൽ സാറേ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും, നല്ല സ്കോർ കിട്ടാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ക്ലാരിറ്റിയാണ്. അതിനാണ് നമ്മുടെ ഈ ക്ലാസ്സുകൾ. നിങ്ങൾക്ക് നമ്മുടെ ആപ്പിനകത്ത് ഓൺലൈനായിട്ടുള്ള ക്ലാസ്സുകളുണ്ട്, ധീര സ്റ്റുഡൻസിന്, വീരൊക്കെ ആണെങ്കിൽ ഓഫ്ലൈൻ ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. എല്ലാവർക്കും പേൾ വീഡിയോസിലേക്കുള്ള ആക്സസ് വേറെയുണ്ട്. അപ്പോൾ കോൺസെപ്റ്റ് ക്ലാരിറ്റിയാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത്. നിങ്ങളുടെ പ്രിപ്പറേഷനെ മുൻപോട്ട് നയിക്കുന്ന ആദ്യത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് കോൺസെപ്റ്റ് ക്ലാരിറ്റി. കോൺസെപ്റ്റ് ക്ലാരിറ്റി ഇല്ല എങ്കിൽ ബാക്കി എല്ലാം പ്രശ്നത്തിലേക്കാണ് വരിക, പ്രത്യേകിച്ച് അഡ്വാൻസ് ഫേസിലേക്കൊക്കെ. ഓക്കെ, അവിടെ ഗസ്സിങ് പോലും പോസിബിൾ അല്ല അഡ്വാൻസ് ഫേസിൽ. ആ കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ കോൺസെപ്റ്റ് ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ വേണ്ടത്? പ്രയോറിറ്റൈസ് ദ ടോപ്പിക്സ്. നമ്മൾ ചില സമയത്ത് വിചാരിക്കും, എടാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജെഇ എക്സാം എന്ന് പറയുന്നത് നിങ്ങളുടെ കോൺസെപ്റ്റ് ക്ലാരിറ്റി മാത്രമല്ല, എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും, എത്ര എണ്ണം നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെ നോക്കും. നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്സിലും സെപ്പറേറ്റ്ലി നിങ്ങൾ എല്ലായിടത്തും മാർക്ക് വാങ്ങണമെന്നൊന്നും പറയുന്നില്ല. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ടോട്ടൽ മാർക്ക് ഒരു 150 ഒക്കെ കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു 150-160 റേഞ്ച് കിട്ടിയാൽ 97% നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. ആ പെർസെൻറ്റേജ് ഓരോ ഷിഫ്റ്റിനനുസരിച്ച് 140 തുടങ്ങി 160 വരെ മാറാം. എന്നാലും ആവറേജ് ഒരു 150 സ്കോർ വന്നാൽ നിങ്ങൾക്ക് 97% എനിക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. ഓവറോൾ ഒരു 170 to 180 മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് 99% നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. 99%. അപ്പോൾ അത്രയും പെർസെൻറ്റേജ് കിട്ടുന്ന സമയത്ത് ഈ 180 മാർക്ക് എന്ന് പറയുന്നത് കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് ഓവറോൾ ആണ്. നിങ്ങൾക്ക് മാത്സിൽ ഒരൊറ്റ ചോദ്യം പോലും കിട്ടിയില്ല എന്ന് വിചാരിക്കും. ഒരൊറ്റ ചോദ്യം പോലും നിങ്ങൾക്ക് കിട്ടിയില്ല. നിങ്ങൾ പക്ഷേ കെമിസ്ട്രി, ഫിസിക്സ് മുഴുവനായിട്ട് മാർക്ക് ചെയ്തു. അതായത് നിങ്ങൾ 50 ചോദ്യം ശരിയാക്കിയും വിചാരിക്കുക, നിങ്ങൾക്ക് 200 മാർക്കായി. യു ആർ ഇൻ ഫോർ NIT 100%. നിങ്ങളോട് ആരും പറയുന്നില്ല ഒരു സബ്ജക്റ്റ് മാത്രം അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റും ഇൻഡിവിജ്വലി പാസ്സാവണമെന്നൊന്നുമില്ല, ഓവറോൾ സ്കോർ മാത്രമേ ഉള്ളൂ. നിങ്ങൾ മാത്സും കെമിസ്ട്രി മാത്രം ചെയ്ത് ഫിസിക്സ് ചെയ്തില്ല, ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക, ഔട്ട് ഓഫ് ദ 3 സബ്ജക്ട്സ് ദ മോസ്റ്റ് സ്കോറിംഗ് സബ്ജക്റ്റ് ഈസ് കെമിസ്ട്രി. ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് ചാൻസ് ഉള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് കെമിസ്ട്രി. വേറെ ഒരു സബ്ജക്റ്റും അല്ല. ജെഇ മെയിനെ സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് ആൻസർ ചെയ്യാവുന്നതും ഏറ്റവും കൂടുതൽ ശരിയുത്തരങ്ങൾ കിട്ടാൻ ചാൻസ് ഉള്ളതും കെമിസ്ട്രിയിലാണ്. വേറെ ഒരു സബ്ജക്റ്റിനും അല്ല. ദാറ്റ് ഇസ് ഫോർ കെമിസ്ട്രി. 100% ഗ്യാരണ്ടീഡ് ആണ്. അതുകൊണ്ട് തന്നെ കെമിസ്ട്രി സ്കോർ ആയിരിക്കും നിങ്ങൾക്ക് ഡിറ്റർമിനിങ് ഫാക്ടർ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്നത് കെമിസ്ട്രിന്നായിരിക്കും. നമ്മൾ അടുത്ത ചെയ്യേണ്ടത് പ്രയോറിറ്റൈസ് ദ ടോപ്പിക്സ്. ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ അറിയണം. കാരണം കെമിസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യണമെങ്കിൽ കെമിസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ടോപ്പിക് ഏതാണെന്ന് നമ്മൾ അറിയണ്ടേ. നമുക്ക് അതിനകത്തേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. 2025 ജെഇ മെയിൻ ജാനുവരി സെഷൻ്റെയും ഏപ്രിൽ സെഷൻ്റെയും ഡാറ്റയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, രണ്ടിനകത്താണേലും ഓൾമോസ്റ്റ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കപ്പെട്ടിട്ടുള്ളത് നോക്കിയേ ഓർഗാനിക് കെമിസ്ട്രിയിലെ ബേസിക് കോൺസെപ്റ്റ്സ്. അതായത് ഫണ്ടമെന്റൽ ആയിട്ടുള്ള റെസണൻസ്, ഹൈപ്പർ കോൺജുഗേഷൻ, നോമൻക്ലേച്ചർ, ഐസോമെറിസം, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്, പ്യൂരിഫിക്കേഷൻ ടെക്നിക്ക്, ഈ കാര്യങ്ങളെല്ലാം കൂട്ടി ഇണക്കിക്കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ phase 1-നും phase 2-നും വന്നിട്ടുള്ളത്. അതിനുശേഷം കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ് 18-22 ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. പിന്നീടുള്ളത് ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ് ആണ് 15-18. പിന്നെ തെർമോഡൈനാമിക്സ് ആണ് 15-15. പിന്നെ ഇക്വിലിബ്രിയം 17-10, സൊല്യൂഷൻസ്, അങ്ങനെ താഴേക്ക് പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ ഒരു ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്ററുകൾ ഏതൊക്കെയാണെന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനോർഗാനിക്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്റർ ഏതാണെന്ന് ക്ലിയർ കട്ട് ആയിട്ടൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. നോക്കിക്കേ, ഓർഗാനിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ബേസിക് കോൺസെപ്റ്റ്, അതുപോലെ തന്നെ ഇവിടെയുള്ള പിന്നെ ബയോമോളിക്യൂള്, അതുപോലെ തന്നെ ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ്, ഈ ചാപ്റ്റേഴ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഫിസിക്കൽ കെമിസ്ട്രി നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം, സൊല്യൂഷൻ, കെമിക്കൽ കൈനറ്റിക്സ്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്റേഴ്സ്. ഇനോർഗാനിക് നമുക്ക് 2 ചാപ്റ്ററാണ് മെയിൻ ആയിട്ടുള്ളത്. ഏതൊക്കെ? കോർഡിനേഷനും DNFും. അത് രണ്ടും ഈ ലിസ്റ്റിലുണ്ട്. അതായത് ഇത്ര ചോദ്യങ്ങൾ ചെയ്താൽ തന്നെ ഓൾമോസ്റ്റ് ഒരു 75, അതായത് ഈ കാണുന്ന ലിസ്റ്റിലുള്ള ഈ ചാപ്റ്റേഴ്സ് പഠിച്ചാൽ തന്നെ ഓൾമോസ്റ്റ് ഒരു 75% ചോദ്യങ്ങൾ നിങ്ങൾ സെറ്റാക്കി എന്നാണ് അർത്ഥം കെമിസ്ട്രിയിൽ.
എന്നാലും ബാക്കിയുള്ള ഡിസ്ട്രിബ്യൂഷനോട് ഞാൻ കാണിച്ചു തരാം. പിന്നീട് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന മെയിനായിട്ട് ഓർഗാനിക് കെമിസ്ട്രിയിലെ ചോദ്യങ്ങളാണ്. ഹാലോ ആൽക്കീൻ ചോദിച്ചിട്ടുണ്ട് കാര്യമായിട്ട്. പിന്നെ വന്നത് പീരിയോഡിക് ടേബിൾ, സ്ട്രക്ചർ ഓഫ് ആറ്റം, ഹൈഡ്രോ കാർബൺ, അങ്ങനെ പോകുന്നു. ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റിയിലേക്ക് വന്ന ആൾക്കാരാണ് പി ബ്ലോക്ക്, റിഡോക്സ് റിയാക്ഷൻ ഒക്കെ. റിഡോക്സ് റിയാക്ഷൻ ഒന്നും ചോദ്യം വന്നിട്ടേ ഇല്ല ഫേസ് 2-ന്. ഓക്കെ, റിഡോക്സ് റിയാക്ഷൻ ഒക്കെ ചോദ്യങ്ങൾ വരിക വേറെ ഏതെങ്കിലും ഒരു ചാപ്റ്ററായിട്ട് കണക്ട് ആക്കിക്കൊണ്ടാണ്. മാത്സ് വെരി ടഫാണ്, കുഴപ്പമില്ല, നിങ്ങൾക്ക് കെമിസ്ട്രി മുഴുവനായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റിയാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് വേറെ പല ഡൗട്ടുകളും ഉണ്ടാവും. ആ ഡൗട്ടുകൾ നിങ്ങൾക്ക് ചാറ്റിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. ആ ഡൗട്ടുകൾ നിങ്ങൾക്ക് വേണ്ടി എടുത്ത് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്കുള്ള ഏത് ഡൗട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചാറ്റിൽ മെൻഷൻ ചെയ്യാം. ഈ ഒരു പ്രിപ്പറേഷനെ സംബന്ധിച്ച് ഞാൻ ഈ കാണിക്കുന്ന അനാലിസിസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് JEE മെയിൻ എക്സാമിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഐഡിയാസ്, ചാപ്റ്റേഴ്സ്, കോൺസെപ്റ്റ്, നമ്മുടെ സ്ട്രാറ്റജി എന്താണെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ എൻ്റെ ടേബിൾ ഇവിടെ കാണിച്ചത് എന്തിനാണെന്നറിയോ? നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് മനസ്സിലാവാനാണ്. കാരണം ഈ ചാപ്റ്റേഴ്സ്, ഈ ലിസ്റ്റിലുള്ള ഇത്രയും ചാപ്റ്റർ ഫോക്കസ് ചെയ്താൽ തന്നെ 75% ചോദ്യങ്ങൾ നമുക്ക് കയ്യിൽ കിട്ടി എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, പകുതി ചാപ്റ്റർ ഫോക്കസ് ചെയ്താൽ മതി, മെജോറിറ്റി മാർക്കും കിട്ടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമില്ലേ, ഇത് പ്രയോറിറ്റൈസ്ഡ് ടോപ്പിക്സ്. നമുക്ക് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആദ്യമേ ഫോക്കസ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലിസ്റ്റ് കാണിച്ചു തന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ചിലർക്ക് സൂപ്പർ കിങ്സിലുള്ള കുട്ടികളുണ്ടാവും, ചില ആൾക്കാർ പിന്നെ റിപ്പീറ്റേഴ്സ് ആയിരിക്കും, പല രീതിയിലുള്ള ആൾക്കാരുണ്ടാവും ഈ സെഷൻ കാണുന്നവർ. ഇപ്പോൾ ഇത് ഈ കാണുന്ന പിന്നെ ഓർഗാനിക്കലും ഫിസിക്കലും ഇനോർഗാനിക്കലും എത്ര ചോദ്യങ്ങൾ വന്നു എന്നാണ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ഓർഗാനിക്കിൽ നിന്നാണ് 2024 നോക്കിയേ കൂടുതൽ ചോദ്യങ്ങൾ വന്നത്, ഓർഗാനിക്കിൽ നിന്നാണ്. ഓക്കെ, ഇനോർഗാനിക്കൽ കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. 2025 വരുമ്പോഴത്തേക്കും അതേ ട്രെൻഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഓർഗാനിക്കിലും ഫിസിക്കലിനും കുറച്ചു കൂടുതലും, ഇനോർഗാനിക്കിന് വളരെ ചെറിയൊരു എന്താ പറയുക വെയിറ്റേജ് കുറവുമുണ്ട്. പക്ഷെ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഈ കാണുന്ന ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് ഇത്ര ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എങ്കിൽ അത് വെറും 3 ചാപ്റ്ററിൽ നിന്നാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായോ? നോക്കിയേ, ഈ ഒരു ലിസ്റ്റിൽ കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ളത്. പിന്നെ ഉള്ളത് D&F ബ്ലോക്ക് എലമെന്റ്സ്. അതിനുശേഷം വരുന്ന ആളാരെന്ന് നോക്കിയേ, ക്ലാസിഫിക്കേഷൻ ആൻഡ് പീരിയോഡിസിറ്റി. ഈ 3 ചാപ്റ്ററിൽ നിന്നാണ് ഇത്രങ്ങാനം ചോദ്യങ്ങൾ ഇനോർഗാനിക്കിൽ നിന്ന് വന്നത്. പി ബ്ലോക്കിൽ നിന്നുള്ള ചോദ്യമൊക്കെ വളരെ കുറവാണ്. നിങ്ങൾ നോക്കിയതാ, പി ബ്ലോക്കിൽ നിന്നുള്ള ചോദ്യം ഇത്രയേ ഉള്ളൂ, വളരെ കുറവ്. ഏറ്റവും ലാസ്റ്റിലാണ് പി ബ്ലോക്ക്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇനോർഗാനിക് കെമിസ്ട്രിയിലെ 3 ചാപ്റ്റർ പഠിച്ചാൽ നിങ്ങൾ ഇനോർഗാനിക് ബേസിക്കലി സെറ്റാക്കി എന്നാണ് അതിൻ്റെ അർത്ഥം. നോക്കിയേ, ഇവിടെ വെയിറ്റേജ് കുറവാണ്, അതുകൊണ്ട് ഇനോർഗാനിക് പഠിക്കേണ്ട എന്നല്ല. വെറും 3 ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഇനോർഗാനിക് സെറ്റാണ്. അതാണ് ഇവിടുത്തെ അഡ്വാൻറ്റേജ്. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജിയിൽ ഇനോർഗാനിക് മറന്നു പോകാണ്ടിരിക്കുക. ഇനി ഓർഗാനിക്, ഫിസിക്കൽ, ഇനോർഗാനിക് എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് കൂടെ പറഞ്ഞുതരാം. ഇനോർഗാനിക് കീപ് NCERT ആസ് യുവർ ബൈബിൾ, ഗീത ഓർ ഖുറാൻ. ഓക്കെ, NCERT ബേസ് ചെയ്ത് മാത്രമാണ് ചോദ്യങ്ങൾ വരിക. ഇനോർഗാനിക് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ NCERT ആണ്. അത് ബിറ്റ് ബൈ ബിറ്റ് നിങ്ങൾ വായിച്ച് തറവാക്കണം ഫസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്ത ശേഷം. കാരണം NCERTയിലെ ലാംഗ്വേജ് കുറച്ച് ടഫാണ്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? മേക്ക് ഷുവർ യു ആർ ലേണിംഗ് ദ കോൺസെപ്റ്റ്സ് ഫസ്റ്റ്. അതിനുശേഷം NCERT റീഡിംഗ് ആണ് ഇനോർഗാനിക്കിന് ആവശ്യം. അതേസമയം ഫിസിക്കലിനും ഓർഗാനിക്കിനും ക്ലാസ് കണ്ട് കോൺസെപ്റ്റ് റെഡിയാക്കിയ ശേഷം കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് പ്രാക്ടീസിനാണ്. കാരണം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിൽ തന്നെ ചോദ്യം വരണം നിർബന്ധമൊന്നുമില്ല. ഇറ്റ് ക്യാൻ ബി എ ഡിഫറെൻറ്റ് ടൈപ്പ്. അതുകൊണ്ട് കൂടുതൽ വെറൈറ്റീസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഓർഗാനിക്കലിനും ഫിസിക്കലിനും വേണ്ടത്. ഇനോർഗാനിക്കിന് പ്രാക്ടീസ് ചെയ്യേണ്ടെന്നല്ല, പക്ഷേ അവിടെ ഡീറ്റെയിൽസിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. സോ ഗീവ് മോർ ടൈം ഫോർ റീഡിങ്. ഇനോർഗാനിക് കെമിസ്ട്രിയുടെ ഭാഗത്താണെങ്കിൽ കൂടുതൽ ടൈം നമ്മൾ റീഡിങ്ങിന് വേണ്ടിയിട്ടാണ് മാറ്റി വെക്കേണ്ടത്. ഓർഗാനിക്കും ഫിസിക്കലും ആണെങ്കിൽ കൂടുതൽ ടൈം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്തിനാ? പ്രാക്ടീസിനാണ്. ആഫ്റ്റർ ലേണിംഗ് ദ കോൺസെപ്റ്റ് കഴിഞ്ഞാൽ കൂടുതൽ സമയം ഇവിടെ പ്രാക്ടീസിനും ഇവിടെ റീഡിങ്ങിനും കൊടുക്കുക എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഞാൻ നിങ്ങൾക്ക് സ്ട്രാറ്റജി ആയിട്ട് പറഞ്ഞു തന്നു മാത്രം. +1 സ്റ്റുഡൻറ്റിനെ JEE എഴുതാൻ പറ്റില്ല. യു ഹാവ് ടു ഫിനിഷ് ഓഫ് യുവർ 12th ഫസ്റ്റ്. ബേസിക് കോൺസെപ്റ്റ് നല്ല പാട് മനസ്സിലാവുന്നില്ല, നമുക്ക് നോക്കാം, ശരിയാക്കാം. ഓക്കെ, ഓൺലൈൻ ബാച്ചിൽ ക്ലാസ് എടുക്കാറില്ല, ഉണ്ടല്ലോ. അഡ്വാൻസിന് സൂപ്പർ കിങ്സ് മതിയോ? അവിടെ അഡ്വാൻസിലേക്ക് ഞാൻ വരുന്നുണ്ട് കേട്ടോ, ഷിനു വെയിറ്റ് ചെയ്യണേ, ഞാൻ പറയാം. DPP NCERT വിച്ച് ഈസ് ബെസ്റ്റ് ഫോർ മൾട്ടിപ്പിൾ റിവിഷൻസ്, അതും ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തുകൊണ്ടിരാണ്. ആദ്യം നമ്മൾ എക്സാമിനെ പറ്റി പഠിച്ചു, പിന്നെ നമ്മൾ കണ്ടു ടോപ്പിക്കിൻ്റെ കോൺസെപ്റ്റ് ക്ലാരിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ക്ലാസ്സുകളിൽ കൂടെ നിങ്ങൾക്കത് കിട്ടുന്നുണ്ട്. ആപ്പ് ലൈവുകളായിട്ടും പേൾ വീഡിയോസ് ആയിട്ടും ലൈവ് സെഷൻസ് ആയിട്ടും നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. അടുത്തത് വേണ്ട പ്രയോറിറ്റൈസ് ചെയ്യണം. നമ്മൾ ഏത് ടോപ്പിക്ക് പ്രയോറിറ്റൈസ് ചെയ്യണം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഓർഗാനിക്കും ഇനോർഗാനിക്കും ഫിസിക്കലും എങ്ങനെ ഡീല് ചെയ്യണമെന്ന് ഞാനിപ്പോൾ പറഞ്ഞു തന്നു. ഒരു കാര്യമാണ് നിങ്ങൾ നോക്കാം, +1 +2 ഡിസ്ട്രിബ്യൂഷൻ നോക്കുക.
ഓക്കെ, +1 നിന്നും +2 നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇത് 2024 ഡാറ്റ, ഇത് 2025 ഡാറ്റയാണ്. നോക്കിക്കേ, ഓൾവേസ് +2 ചോദ്യങ്ങളാണ് കൂടുതൽ ചോദിക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്. സൂപ്പർ കിങ്സിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക്, അല്ലെങ്കിൽ +2 ബാച്ചിൽ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജെഇ കിട്ടും. നോക്കണം, മെജോറിറ്റി ചോദ്യങ്ങൾ വരുന്നത് എവിടെ നിന്നാണ്? +2 നിന്നാണ്. 2024, 23, 25 എല്ലാ വർഷവും ഇതേ ട്രെൻഡ് തന്നെയാണ്. നോക്കി ഇവിടെ നോക്കുക, ഈ ട്രെൻഡ് ഉണ്ട് ഇവിടെ. ഫസ്റ്റ് അറ്റംപ്റ്റ് അത് സോറി, ഇത് ഏപ്രിൽ അറ്റംപ്റ്റ് ആണ്. രണ്ടാമത്തെ അറ്റംപ്റ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് +2 നിന്നാണ്. 90 ചോദ്യം മാത്രമേ എവിടെ നിന്നുള്ളൂ? 11th നിന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് +2നോടൊപ്പം തന്നെ നിങ്ങൾക്ക് മേടിച്ചെടുക്കാവുന്ന ഒരു എക്സാം തന്നെയാണ് ജെഇ. അതോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ. ഓക്കെ, നൗ ഇനി നമുക്ക് മുൻപോട്ട് പോവാം. അടുത്തത് നമുക്ക് എക്സാമിനെ പറ്റി മനസ്സിലാക്കി, കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ട്, പ്രയോറിറ്റൈസ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ ചെയ്യേണ്ടത് പ്രാക്ടീസാണ്. റെഗുലർ പ്രാക്ടീസ്. റെഗുലർ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും, ഒരു ദിവസം പോലും മുടക്കാനില്ല. കാരണം ടൈം ഈസ് വെരി പ്രഷ്യസ്. നമുക്ക് പ്രാക്ടീസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത കാര്യം എന്ന് പറയുന്നത്. എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുക? സൈലത്തിൽ ഓൾറെഡി ഉള്ള ആൾക്കാരാണ്, നിങ്ങൾ വേറെ ഒന്നും നോക്കാനില്ല. ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി ആർക്കാ പോവുക? സൈലത്തിലെ DPP ചോദ്യങ്ങൾ. സൈലത്തിലെ DPP ചോദ്യങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാം. മാറുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഓരോ വർഷത്തെയും അഡാപ്റ്റ് ചെയ്തിട്ടുള്ള DPP ആണ്. നമ്മൾ ഓരോ വർഷം റിഫൈൻ ചെയ്യുന്ന DPP ആണിത്. അപ്പോൾ ഏറ്റവും എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പുതിയ ട്രെൻഡ് ഓഫ് ചോദ്യങ്ങളായിരിക്കും DPPയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. DPPയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ് മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നല്ല ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ആ രീതിയിലാണ് സൈലത്തിൻ്റെ DPP നമ്മൾ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അതിനുശേഷം നിങ്ങളിതാ കൂടുതൽ പ്രാക്ടീസിലേക്ക്, കൂടുതൽ കോൺഫിഡൻസിന് വേണ്ടി എയിം ചെയ്യണം. സോ മോർ പ്രാക്ടീസ്, മോർ കോൺഫിഡൻസ്. ഇപ്പോൾ ചില ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ്, ആദ്യത്തെ ചാപ്റ്റർ സം ബേസിക് കോൺസെപ്റ്റോ 12th സൊല്യൂഷൻസ് ഒക്കെ ഇഷ്ടംപോലെ പ്രാക്ടീസ് ചെയ്യും. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? അത്രയും പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും ആ ചാപ്റ്റർ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. കുറച്ച് മുൻപോട്ട് പോകുമ്പോഴത്തേക്കും വേറെ ചില ചാപ്റ്റർ നമ്മൾ അത്ര പ്രാക്ടീസ് ചെയ്യില്ല. അപ്പോൾ അവിടെ കോൺഫിഡൻസ് കുറവായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ശ്രദ്ധിച്ച് നോക്കാവുന്നതാണ്. ചില ചാപ്റ്റേഴ്സ് നിങ്ങൾ എക്സ്ട്രീംലി കോൺഫിഡൻ്റ് ആണ്. അതിന് കാരണം അവിടെ കൂടുതൽ പ്രാക്ടീസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നാണ്. എല്ലാ ചാപ്റ്ററും സെറ്റാക്കണമെങ്കിൽ, എല്ലാ ചാപ്റ്ററും തറവാക്കണമെങ്കിൽ, എല്ലാ ചാപ്റ്ററിനും അത്രയും പ്രാക്ടീസ് നിങ്ങൾ കൊടുക്കണം. കൂടുതൽ പ്രാക്ടീസ്, കൂടുതൽ കോൺഫിഡൻസ്. കൂടുതൽ കോൺഫിഡൻസ്, കൂടുതൽ റിസൾട്ട്. ഗ്യാരണ്ടീഡ് ആണത്. ഓക്കെ, നൗ ഇപ്പോൾ സൈലത്തിൻ്റെ DPP മെറ്റീരിയൽ എങ്ങനെയാണ് ജസ്റ്റ് കാണിച്ചിരുന്നത് മാത്രം. നിങ്ങൾക്കിത് അറിയാവുന്നതാണ്, മെജോറിറ്റി ആൾക്കാർക്കും ഇത് നിങ്ങൾക്കറിയാം. അപ്പോൾ ആപ്പിൽ DPP ഇല്ലടാ, ആപ്പിൽ DPP ഇല്ല. സൂപ്പർ കിങ്സിൽ ഇപ്പോൾ DPP വരില്ല. നിങ്ങൾക്ക് ഓൺലൈൻ ബാച്ചിന് വേണ്ടിയിട്ട് സൂപ്പർ കിങ്സിൽ ഒരു DPP വരും. ഓൺലൈൻ ബാച്ചുകൾക്ക് വേണ്ടി വരും. സൂപ്പർ കിങ്സിന് ഇല്ല എന്ന് മാത്രം. സൂപ്പർ കിങ്സിന് അതിൻ്റെ ആവശ്യമില്ല. കാരണം വേറെ കുറേ കാര്യങ്ങൾ നിങ്ങളവിടെ ഡീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമ്മുടെ സൈലത്തിൻ്റെ സ്റ്റഡി മെറ്റീരിയലും കാര്യങ്ങളും ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്നതേ ഉള്ളൂ. നിങ്ങൾക്കിത് ഓൾറെഡി അറിയാം. കാരണം ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഓരോ ടോപ്പിക്കും കഴിഞ്ഞിട്ട് ആ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് നമുക്ക് എന്തുണ്ടാവും? ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ഒക്കെ ഇങ്ങനെ തന്നെ. ഓക്കെ, ഇനി നമ്മൾ അറിയേണ്ട പിന്നെ എല്ലാ ഡാറ്റയും ചേർന്നുള്ള മൈൻഡ് മാപ്പുകളുണ്ടാവും. ഇതല്ല മൈൻഡ് മാപ്പ് നിങ്ങൾക്കറിയാം, ക്വിക്ക് റിവിഷന് വേണ്ടി യൂസ് ചെയ്യാം. ആൻഡ് കൂടുതൽ ചോദ്യങ്ങൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വേറെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് സാർ ഏതൊക്കെ ചോദ്യങ്ങളാണ് ഞാൻ കെമിസ്ട്രിയിൽ ആദ്യമേ ചെയ്യേണ്ടത്? വിച്ച് ഓൾ ക്വസ്റ്റ്യൻ ഷുഡ് ഐ പ്രയോറിറ്റൈസ്? ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാനത് എങ്ങനെയാണ് ചെയ്യാം? സാർ പറഞ്ഞു കുറേ പ്രാക്ടീസ് ചെയ്യണം. ഏത് ചോദ്യങ്ങളാണ് ഞാൻ ആദ്യമേ പ്രാക്ടീസ് ചെയ്യേണ്ടത്? ആ കാര്യത്തിലേക്ക് കൂടെ കിടക്കാം. ഒന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത് സൈലത്തിൻ്റെ നമ്മുടെ DPP മെറ്റീരിയലുള്ള ചോദ്യങ്ങളാണ് ഫസ്റ്റ് പ്രയോറിറ്റി. രണ്ടാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് NCERTയിലുള്ള എല്ലാ ചോദ്യങ്ങളും, അതായത് ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾഡ് എക്സാമ്പിൾ, എക്സസൈസ് ക്വസ്റ്റ്യൻ, എക്സംപ്ലർ ക്വസ്റ്റ്യൻസ്, ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും. ദെൻ യു ക്യാൻ ടേക്ക് എനി അതർ സോഴ്സ്. ഒരു കുഴപ്പമില്ല. ഈ ചോദ്യങ്ങൾ ചെയ്ത ശേഷം നിങ്ങൾക്ക് വേറെ സോഴ്സിലേക്ക് കിടക്കാം. ദിസ് ഈസ് മാൻഡേറ്ററി ആൻഡ് മിനിമം റിക്വയർമെൻറ്റ്. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. യു ക്യാൻ ഗോ ഫോർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൊണ്ട് മതിയാവുന്നില്ല എന്ന് വിചാരിക്കുക. നമ്മുടെ സൈലത്തിൻ്റെ ആപ്പിനകത്ത് ഇൻഫിനിറ്റി പ്രാക്ടീസ് ഉള്ള ഓപ്ഷൻ ഇല്ലേ? നിങ്ങൾക്ക് ടോപ്പിക്കും ചാപ്റ്ററും സെലക്ട് ചെയ്ത് ഏത് ഡിഫിക്കൽട്ടി ലെവൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുകയാണെങ്കിൽ, കൂടുതൽ പ്രാക്ടീസ് പ്രോബ്ലംസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അത് നിങ്ങൾ ചെയ്യേണ്ട ഒരു ഓർഡർ ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും അത് വരിക. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കിട്ടുന്നില്ല, ഓക്കെ, അതിന് ഞാൻ പറഞ്ഞുതരാം സൂരജ്. അവിടെ ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ചില ചാപ്റ്ററുകൾ വളരെ ഈസിയും ചില ചാപ്റ്ററുകൾ ഭയങ്കര ടഫും ആയിരിക്കും. ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? DPPയിലെ ചോദ്യങ്ങൾ ആദ്യമേ ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങൾ എന്തായാലും കൺഫേം ആയിട്ട് ചെയ്യുക. NCERTയിലെ ചോദ്യങ്ങൾ ചെയ്യുക. NCERTയിലെ ഇൻടെക്സ്റ്റ്, സോൾഡ്, എക്സസൈസ്, എക്സംപ്ലർ എല്ലാ ചോദ്യങ്ങളും ചെയ്യുക. ദെൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിൽ തന്നെ ഇൻഫിനിറ്റി പ്രാക്ടീസിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അത് ചെയ്യാം. ഇനി ചില ചോദ്യങ്ങൾ, നിങ്ങൾ ചില ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ചില ടോപ്പിക്ക് കോൺഫിഡൻസ് കുറവുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സോൾഡ് എക്സാമ്പിൾസ് ആദ്യമേ ചെയ്യാം.
സോൾഡ് എക്സാമ്പിൾ ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? ആ ഒന്ന് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഏത് രീതിയിലാണ് നമ്മൾ മുൻപോട്ട് പോകേണ്ടത് എന്നുള്ളൊരു ഐഡിയ സോൾഡ് എക്സാമ്പിളുകൾ നമുക്ക് കിട്ടും. ആദ്യം ഒരു നേക്ക് എടുത്തിട്ട് അല്ലെങ്കിൽ ആ നേക്ക് കിട്ടിയ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള പാറ്റേൺ ഫോളോ ചെയ്യുക. അപ്പോൾ ചില ചാപ്റ്റേഴ്സിൽ ചോദ്യം ചെയ്യുമ്പോൾ കിട്ടുന്നില്ല, എല്ലാ ചോദ്യം ഇല്ല, ചില ചാപ്റ്ററിനകത്ത് വളരെ ബുദ്ധിമുട്ടാണ്, എനിക്ക് ആ ചോദ്യങ്ങൾ ചെയ്യാൻ തീരെ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, സോൾഡ് എക്സാമ്പിൾസ് ചെയ്ത് മനസ്സിലാക്കുക. ഞാൻ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, നമ്മുടെ തിങ്കിങ് പ്രോസസ്സ് റെഡിയാക്കുക. ഏത് രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ ആക്കിയ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ ബാക്കിയുള്ള DPP, NCERT, പ്രീവിയസ് ഇയർ, ഇൻഫിനിറ്റി പ്രാക്ടീസിലേക്ക് പോവുക. ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾ ചോദിച്ചോണ്ട് ഇപ്പോൾ ചില ടോപ്പിക്കുകൾ ചെയ്യുമ്പോൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, DPP ഹാർഡ് കോപ്പി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കിട്ടാവുന്നതേ ഉള്ളൂ, നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഓക്കെ, നൗ മൂവിങ് അഹെഡ്. ബാച്ച് ക്ലാസ്സസ് എങ്ങനെയുണ്ട്? ബാച്ച് ക്ലാസ് ഏത് ബാച്ചിനെ പറ്റിയാണ് ഋഷികേശ ചോദിച്ചത്? എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെ പറയാം? ഓക്കെ, ഇപ്പോൾ നമ്മുടെ കുട്ടികൾ പറയും അതെങ്ങനെയാണെന്നുള്ളത്. നൗ മൂവിങ് അഹെഡ്, നിങ്ങൾക്ക് നമ്മുടെ സൈലത്തിൻ്റെ ആപ്പിലുള്ള 2 അഡീഷണൽ ഫീച്ചേഴ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് AI ഗുരു. ഇപ്പോൾ നേരത്തെ ഒരാൾ പറഞ്ഞു, സാറേ ചില ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല. ചില ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് പണിയെടുക്കുന്നത്, ഹാർഡ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു ചോദ്യം കിട്ടാണ്ടാവുന്നത് നമ്മൾ ഭയങ്കര ട്രിഗർ ആവും. ഇത് കിട്ടിയില്ലെങ്കിൽ ഒരു സുഖമില്ല എന്നൊരു ഫീലിംഗ് നിങ്ങൾക്ക് വരും. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, AI ഗുരുവിൻ്റെ ഹെൽപ്പ് യൂസ് ചെയ്യാം. നമ്മുടെ സൈലത്തിൻ്റെ ആപ്പിനകത്ത് തന്നെ ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട് AI ഗുരു. ആപ്പിൻ്റെ ഇൻ്റർഫേസിൽ തന്നെ നിങ്ങൾക്ക് AI ഗുരുവിൻ്റെ ഒരു ചിഹ്നം വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഫോട്ടോ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഏത് ചോദ്യമാണോ കിട്ടാത്തത് അതിൻ്റെ ഒരു ഫോട്ടോ കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വീഡിയോ സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടും. ചില ചോദ്യങ്ങൾ ടഫാണെന്ന് പറഞ്ഞില്ലേ, ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് AI ഗുരു വെച്ച് സോൾവ് ചെയ്യാം. ഇനി AI ഗുരുവിനോട് നിങ്ങൾക്ക് ചോദിക്കാം, ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നിന്ന് വന്ന എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എനിക്കൊരു PDF ആയിട്ട് തരുമോ? ക്യാൻ യു ജനറേറ്റ് എ PDF ഓഫ് ഓൾ ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓഫ് കെമിക്കൽ കൈനറ്റിക്സ്? AI ഗുരു ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു PDF നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു ഡൗട്ട് സോൾവിങ്ങിന് ഒരാളുടെ ആവശ്യമില്ല. AI ഗുരു നിങ്ങൾ എല്ലാ ഡൗട്ടുകളും വിത്ത് വീഡിയോ സൊല്യൂഷൻ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് തരും ഓൺ ദ സ്പോട്ട്. ഇതിന് വേറെ ആരുടെയും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നൗ അടുത്തൊരു കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇൻഫിനിറ്റി പ്രാക്ടീസ്. നമ്മുടെ ആപ്പിലുള്ള വേറൊരു ഫീച്ചറാണ് ഇൻഫിനിറ്റി പ്രാക്ടീസ്. ഇൻഫിനിറ്റി പ്രാക്ടീസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്കൊരു ചാപ്റ്ററിൽ നിന്ന്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇന്ന് കെമിക്കൽ കൈനറ്റിക്സ് ഇന്നലെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് ഞാനിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കെമിക്കൽ കൈനറ്റിക്സിലെ കുറച്ച് ചോദ്യം ചെയ്ത് നോക്കണം ആഗ്രഹമുണ്ട്. സമയം കുറവാണെങ്കിൽ ഒരു 10 ചോദ്യം മതി, കുറച്ചുകൂടി സമയം ഉണ്ടെങ്കിൽ 20 ചോദ്യം. അത് തന്നെ ഈസി, മോഡറേറ്റ്, ഡിഫിക്കൽട്ട്, നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം. 10, 20, 30, 40, 50 ചോദ്യം, ഈസി, മോഡറേറ്റ്, ഡിഫിക്കൽട്ട്, ഏത് രീതിയിൽ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് പഠിക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇൻഫിനിറ്റി പ്രാക്ടീസ്. അത് എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അത് പല ഡിഫിക്കൽട്ടി ലെവലിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ചിലപ്പോൾ ഒരു ചാപ്റ്ററിൽ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് മാത്രമാക്കാം, ചിലപ്പോൾ ഒരു ചാപ്റ്റർ മുഴുവനായിട്ടാക്കാം, ചിലപ്പോൾ ഓർഗാനിക് മുഴുവനാക്കാം, അല്ലെങ്കിൽ കെമിസ്ട്രി മുഴുവനാക്കാം. നിങ്ങളുടെ ഇഷ്ടം. ഏത് രീതിയിൽ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് എത്ര ലെവലിലേക്ക് വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇൻഫിനിറ്റി പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സൈലത്തിൻ്റെ ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ, ആ കാര്യം ഒന്ന് ഓർത്തിരുന്നേക്കാം. ഓക്കെ ഓക്കെ നൗ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റിവിഷൻ ആൻഡ് മോക്ക് എക്സാംസ് ആണ്. നമ്മുടെ കുട്ടികൾ, അതായത് ഇപ്പോൾ ഇത്തവണ JEE മെയിൻ phase 1 എഴുതിയ ആൾക്കാർ, ഈ കഴിഞ്ഞ JEE മെയിൻ phase 1, പല ആൾക്കാരും നമ്മളെ വിളിച്ചിട്ട്, ടീച്ചേഴ്സിനെ വിളിച്ച് എൻ്റെ അടുത്തൊക്കെ വിളിച്ചിട്ട് പറയും, സാറേ ഞാൻ എല്ലാം പഠിച്ചു സാറേ, ഒറ്റ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, റിവൈസ് ചെയ്യാൻ മറന്നുപോയി. സാറേ ഞാൻ റിവൈസ് ചെയ്തിരുന്നു, പക്ഷേ എക്സാം എഴുതി ശീലമില്ലാത്തതുകൊണ്ട് പെട്ടെന്നൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിലേക്ക് പോയത്തേക്കും പതറിപ്പോയി. എല്ലാം സെറ്റാക്കി, ഇത് മാത്രം മറന്നു പോകുന്ന ആൾക്കാരുണ്ട് കുറേ ആൾക്കാർ. ഇത് വിട്ടുപോകരുത്. റിവിഷൻ ആൻഡ് മോക്ക് എക്സാം. ചില ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇതിനകത്തുള്ള ഇക്വേഷൻ എല്ലാം ആഴ്ചയിൽ ഒന്ന് വെച്ച് റിവൈസ് ചെയ്താൽ നല്ലതാണെന്നൊരു തോന്നലുണ്ടായാൽ നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങളുടെ ഷെഡ്യൂളിൽ ആഡ് ചെയ്ത് വെക്കുക. റിവിഷൻ ഈസ് മാൻഡേറ്ററി. എല്ലാം പഠിച്ച് അതവിടെ വിട്ടിട്ട് അടുത്ത ചാപ്റ്ററിലേക്ക് പോയാൽ ഇതെല്ലാം മറന്നുപോകും. സോ റിവിഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ റിവിഷൻ നടത്താൻ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഒരു ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഞാൻ ഏറ്റവും മറന്നു പോകാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററിലെ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ എഴുതി വെക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് മാപ്പ് ഉപയോഗിച്ച് റിവൈസ് ചെയ്യുകയോ ചെയ്യാം. അത് ആഴ്ചയിൽ 1 അല്ലെങ്കിൽ മാസത്തിൽ 2 തവണയോ നിങ്ങൾക്കിഷ്ടമുള്ളത്ര ഓരോ ആൾക്കാരുടെയും ലെവൽ അനുസരിച്ച് റിവിഷൻ എന്തായാലും കൊണ്ടുപോവുക. മോക്ക് എക്സാമുകൾ മാൻഡേറ്ററി ആണ്. കാരണം എത്രത്തോളം ചോദ്യങ്ങൾ നിങ്ങൾ എഴുതുന്നോ, അല്ലെങ്കിൽ എത്രത്തോളം എക്സാമുകൾ നിങ്ങൾ എഴുതുന്നോ, അത്രത്തോളം സ്ട്രെസ്സും ടൈമും റിസോഴ്സും മാനേജ് ചെയ്യാൻ നിങ്ങൾ പഠിക്കും. The more you write the exam, the more you learn. കോൺസെപ്റ്റ് അല്ല, എക്സാം സ്കിൽസ് നിങ്ങളവിടെ ഡെവലപ്പ് ചെയ്യും. സോ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഈ എൻട്രൻസ് ജേർണിയിൽ നമ്മൾ ലേണിംഗ് വേണം, പ്രാക്ടീസ് വേണം, റിവിഷൻ വേണം, എക്സാം വേണം. ഇതാണ് നമ്മുടെ പ്രോസസ്സ്. ഓക്കെ, ഈ പ്രോസസ്സ് എങ്ങനെ ഞാൻ
ഇതുവരെ കാണിച്ച കാര്യങ്ങളൊന്ന് സമ്മറൈസ് ചെയ്തേ ഉള്ളൂ. ഇനി ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ എക്സാമുകളുടെ കാര്യം, നമ്മൾ ഓൾറെഡി സൈലത്തിൻ്റെ പാർട്ടായവർക്ക് നിങ്ങളൊന്നും പേടിക്കാനില്ല. സബ്ജക്റ്റ് വൈസ് അസസ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ട്, ഫോർട്ട്നൈറ്റ് അസസ്മെൻറ്റ് ടെസ്റ്റ്, ഫാറ്റ് എക്സാം ഉണ്ട്, ഗ്രാൻഡ് ടെസ്റ്റുകളുണ്ട്, പിന്നെ GAB ആക്ച്വൽ JEE പാറ്റേണിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, JEE എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം ഓരോ മാസം ഓരോരോ GABകൾ ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് ഈ GAB എക്സാം വഴി കേരളത്തിൽ നിങ്ങളുടെ ലെവൽ എന്താ, കേരളത്തിലെ എല്ലാ കുട്ടികളുമായിട്ടാണ് നിങ്ങൾ GAB എക്സാമിൽ കോമ്പീറ്റ് ചെയ്യുക. കേരളത്തിൽ നിങ്ങളുടെ ലെവൽ എന്താണെന്നുള്ളത് GAB എക്സാം നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസ് ആണ് AITS. ഓൾ ഇന്ത്യ ലെവലിലുള്ള എല്ലാ കുട്ടികളുമായിട്ട് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് അറിയാനാണ് AITS എക്സാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള എക്സ്പോഷറാണ് ഈ എക്സാമുകൾ എന്ന് പറയുന്നത്. ഇത്രയും എക്സാം എഴുതിയാൽ മതി. ദിസ് ഈസ് മോർ ദാൻ സഫിഷ്യൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് അങ്ങനെയും എക്സാം എഴുതാം ആപ്പിൽ. ഇനി എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണ്, സാർ ഇത്രയൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമോ? എടാ പറ്റും. ഞാൻ ആദ്യമേ കാണിച്ചിരുന്ന കുറേ ഫോട്ടോയിലുള്ള കുറേ ആൾക്കാരില്ലേ, അവർക്കൊക്കെ പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും. ഞാനൊരു റിപ്പീറ്റർ ആയിരുന്നു, എനിക്കറിയാം, എനിക്ക് പറ്റി, നിങ്ങൾക്കും പറ്റും. സോ ഇറ്റ് ഈസ് എ പോസിബിൾ തിങ്. ഒറ്റ കാര്യമുള്ളൂ, ഇതെല്ലാം പോസിബിൾ ആണ്. എപ്പോഴാണെന്നറിയോ? വെൻ യു ആർ കൺസിസ്റ്റൻറ്റ്. ഇഫ് യു ആർ നോട്ട് കൺസിസ്റ്റൻറ്റ്, നമ്മൾ 2 ആഴ്ചത്തേക്ക് മോട്ടിവേഷനൊക്കെ വെച്ച് നമ്മൾ ഭയങ്കരമായിട്ട് സ്റ്റാർട്ട് ചെയ്തു, 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മോട്ടിവേഷൻ പോയി, സാറേ പഠിത്തം നിർത്തിയെന്നാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ എവറിത്തിങ് ഈസ് ബേസ്ഡ് ഓൺ യുവർ കൺസിസ്റ്റൻസി. നിങ്ങൾ ഈ കാണുന്ന എല്ലാ സ്റ്റെപ്പുകളും ഫോളോ ചെയ്യുമ്പോഴും ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൻഡ് ദ മോസ്റ്റ് വാല്യുബിൾ ഫാക്ടർ അത് കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൊണ്ട് ഒരു കാര്യമില്ല. കാരണം കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് എക്സാം എഴുതില്ല, നിങ്ങൾ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യില്ല, നിങ്ങളുടെ കോൺസെപ്റ്റ് പ്രോപ്പർ ആക്കണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവില്ല. സോ കൺസിസ്റ്റൻസി ഈസ് എ കീ ഓവറോൾ. അപ്പോൾ ആ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കാം. ഇനി കുറേ ആൾക്കാർ ചോദിച്ചു, സാർ അഡ്വാൻസ് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. IIT ബോംബെ കിട്ടാൻ JEE അഡ്വാൻസിൽ എത്ര മാർക്കോ റാങ്ക് വേണം? അത് ഓരോ വർഷത്തിനനുസരിച്ച് മാറുവിടാം. ചില സമയത്ത് ടഫ് ആവും, ചില സമയത്ത് ഈസി ആവും. ഇപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചൊരു കാര്യമാണ്, അഡ്വാൻസ്ഡ് എക്സാമിന് ഞങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? ഈ കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കാം. ഇനി IIT എന്നുള്ള സ്വപ്നം മനസ്സിൽ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ് എക്സാം എഴുതണം നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അഡ്വാൻസിലേക്കുള്ള ഒരു ജേർണി നമുക്ക് ഇങ്ങനെ കാണാവേ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇത് എങ്ങനെ സംഭവിക്കും എന്നുള്ളത് ഞാൻ കാണിച്ചു തരുന്നു. ഓക്കെ, സോ ഇപ്പോൾ നമ്മളിത് ഇവിടെയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു നവംബറോട് കൂടെ നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ബൈ നവംബർ വി വിൽ ഫിനിഷ് ഓഫ് അവർ സിലബസ്. നവംബർ ടു ഡിസംബർ ആകുമ്പോൾ നമ്മൾ സിലബസ് തീർക്കുന്നു. എന്നിട്ട് ഇതേ ആദ്യത്തെ റിവിഷൻ പ്രോഗ്രാമാണ് LMRP, ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പ്രോഗ്രാം. എപ്പോൾ വരെ? ഒരു ജാനുവരി 20 വരെ പോകും. കാരണം ജനുവരി അവസാനത്തോടു കൂടെ, ജനുവരി ലാസ്റ്റ് വീക്കിലാണ് JEE മെയിൻ ഫേസ് 1 വരിക. ഓക്കെ, ആ ഫേസ് 1 നിങ്ങൾ ഉഷാറായിട്ട് എഴുതുന്നു. ഈ ഫേസ് 1 നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. നല്ല രീതിയിൽ നിങ്ങൾ JEE മെയിൻ ഫേസ് 1 കൊടുത്താൽ നിങ്ങൾക്കൊരു 97, 98, 99% കിട്ടിയെന്ന് വിചാരിക്കുക. പിന്നെ നിങ്ങൾക്ക് കണ്ണും പൂട്ടി അഡ്വാൻസ് പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾ സെക്കൻഡ് ഫേസിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഫസ്റ്റ് ഫേസിൽ തന്നെ നിങ്ങൾ 99% റെഡിയാക്കിയെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ആകെ നോക്കാനുള്ള അഡ്വാൻസ്ഡ് പ്രിപ്പറേഷൻ മാത്രം. അപ്പോൾ യു ഗെറ്റ് മോർ ടൈം ടു പ്രിപ്പയർ ഫോർ അഡ്വാൻസ്ഡ്. അതല്ല, നിങ്ങൾ ഫസ്റ്റ് ഫേസിലെ മാർക്ക് കുറഞ്ഞു രണ്ടാമത്തെ ഫേസിൽ പിടിക്കാമെന്നാണെങ്കിലുള്ള പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. നോക്കിയോ, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് വരാം? ഫേസ് 1 എക്സാം കഴിഞ്ഞു, നമ്മളിതേ ജനുവരിക്ക് ശേഷം നമ്മളിതേ ഫേസ് 2വിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടാമത്തെ ഫേസ് 2 റീബൂട്ട് ഉണ്ടാവും. LMRP JEE ഫേസ് 2 റീബൂട്ട്. ഏപ്രിൽ ഫസ്റ്റ് വീക്കിലായിരിക്കും JEEൻ്റെ ഫേസ് 2 നടക്കുക. അതിന് മുന്നേ ഫേസ് 1ൻ്റെ റിസൾട്ടൊക്കെ വന്നിട്ടുണ്ടാവും. നിങ്ങളിത് ഇവിടെ എത്തി ഫേസ് 2വിന് പ്രിപ്പയർ ചെയ്യുന്നു. അതിൻ്റെ റിസൾട്ട് വന്ന ശേഷം മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യുക? അഡ്വാൻസ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതേസമയം നിങ്ങളിവിടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നല്ല മാർക്ക് വാങ്ങിയെന്ന് വിചാരിക്കുക. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നല്ല മാർക്ക് വാങ്ങി 98, 99% ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് NIT ഓൾറെഡി ഗ്യാരണ്ടീഡാണ്. നിങ്ങൾക്ക് ഇത്രയും സമയം കിട്ടുവാണ്. എന്തിന്? യു ആർ ഗെറ്റിംഗ് പ്ലെൻറ്റി ഓഫ് ടൈം ടു പ്രിപ്പയർ അഡ്വാൻസ്ഡ്. അതല്ല, ഫേസ് 2വിന് ശേഷമാണ് വരുന്നതെങ്കിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഫേസ് 2വിൻ്റെ ശേഷം സമയം കുറവായിരിക്കും. അപ്പോൾ അഡ്വാൻസ്ഡ് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, നമ്മുടെ കോൺസെപ്റ്റ് ക്ലാരിറ്റിക്ക് വേണ്ടി നമ്മൾ കുറേ കോൺസെപ്റ്റുകൾ റിവിഷൻ ഒക്കെ നടക്കുന്നില്ലേ, അതിൻ്റെ കൂടെ തന്നെ അഡ്വാൻസ്ഡിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. ഓക്കെ, കുറേ ഒന്നും വേണമെന്നില്ല. ഒരു ചാപ്റ്ററിൽ ഒരു 10 എണ്ണോ 15 എണ്ണോ 20 എണ്ണോ വെച്ചിട്ട് പ്രീവിയസ് ഇയർ അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുപോവുക അവസാനം വരെ. JEE മെയിൻ ഫേസ് 1 അടിപൊളിയായിട്ട് എഴുതുക. ഒരു 97, 98, 99% സെറ്റാക്കുക. NIT സീറ്റ് ഗ്യാരണ്ടി ചെയ്യുക. ശേഷം അഡ്വാൻസിന് വേണ്ടി പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇത്തവണ എല്ലാവരും പറഞ്ഞ് അഡ്വാൻസ് ക്ലിയർ ചെയ്ത എല്ലാ ആൾക്കാരും പറഞ്ഞ്
സർ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡ്വാൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. സൈലത്തിൽ തന്നെ സ്പെഷ്യൽ ഫ്രീ ബാച്ചുകൾ ഉണ്ടാവും. അപ്പോൾ ആ ബാച്ചുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡ്വാൻസിന് വേണ്ടി ആദ്യമേ തുടങ്ങി തന്നെ പ്രിപ്പയർ ചെയ്യാം. ഇനി ഫേസ് 1 അത്ര ശരിയായില്ല എന്ന് വിചാരിക്കും, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫേസ് 2 വേണ്ടി പ്രിപ്പയർ ചെയ്യാം. LMRP ഫേസ് 2 പ്രിപ്പറേഷൻ. ഫേസ് 2 ഉഷാറായിട്ട് എഴുതുക. ഫേസ് 2 ഉഷാറായിട്ട് എഴുതുക. അതിന് ശേഷമുള്ള സമയം മാത്രമേ എന്തിനുണ്ടാവുള്ളൂ, നമുക്ക് അഡ്വാൻസ്ഡ് പ്രിപ്പറേഷൻ ഉണ്ടാവുള്ളൂ എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ആദ്യമേ തുടങ്ങി അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് എങ്കിൽ ആ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ റൂട്ട് മാപ്പ് അല്ലെങ്കിൽ റോഡ് മാപ്പ് എന്ന് പറയുന്നത്. ഏറെക്കുറെ ഇങ്ങനെയാണ് നമ്മൾ അഡ്വാൻസിന് പ്രിപ്പയർ ചെയ്യേണ്ടി വരിക. ഒരു ഏറെക്കുറെ ഒരു ധാരണ ഇങ്ങനെയാണെന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരുന്നേക്കുക. നൗ മൂവിങ് എഹെഡ്, എപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? നാളെയല്ല, മറ്റന്നാളല്ല, ഒരാഴ്ച കഴിഞ്ഞിട്ടല്ല, ഇപ്പോൾ. വി ഡോണ്ട് ഹാവ് മച്ച് ടൈം. കാരണം നമ്മുടെ ആദ്യത്തെ അറ്റംപ്റ്റ് വരുന്നത് ജനുവരിയിലാണ്. ജനുവരിയിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് ക്ലാരിറ്റി വേണം, പ്രയോറിറ്റൈസ് ചെയ്ത് ടോപ്പിക്കുകൾ പഠിക്കണം, റിവിഷൻ നടത്തണം, എക്സാമുകൾ എഴുതണം. നമുക്ക് സമയം കുറവാണ്. അപ്പോൾ എല്ലാവരും പറയുന്നത് സാർ ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് പ്രിപ്പയർ ചെയ്താലും കിട്ടൂലേ? കിട്ടാം. പക്ഷേ ഇപ്പോൾ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്, സമയം എന്നുള്ളൊരു അഡ്വാൻറ്റേജ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ ആഴത്തിൽ പഠിക്കാനുള്ള സമയമാണ് ഇപ്പോൾ നമുക്കുള്ളത്. എത്രയും പെട്ടെന്ന് ഇപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഡിലേ ആക്കണ്ട. ഇനി നിങ്ങൾക്ക് വേറെ ഓരോ ഡൗട്ടുകൾ ഉണ്ടാകും, നിങ്ങൾക്കത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഇനി മെജോറിറ്റി ആൾക്കാർ ഈ സെഷൻ കാണുന്നതിൽ കുറേ ആൾക്കാർ സൈലത്തിലുള്ള ആൾക്കാരാണ്. സൈലത്തിൽ ഇല്ലാത്ത ആൾക്കാരാണ് എങ്കിൽ നമുക്ക് നമ്മുടെ ഈ സൈലം ഫാമിലിയിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ചൂസ് ചെയ്യാം. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓൺലൈൻ ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസ് ആണ്. ഓൺലൈൻ ക്ലാസ്സിൻ്റെ നമ്മുടെ ബാച്ചിൻ്റെ പേര് ധീര ബാച്ച് നമ്മൾ വിളിക്കുക, ധീര JE ബാച്ച്. ഓക്കെ, ഓൺലൈൻ റിപ്പീറ്റർ പ്രോഗ്രാമിൻ്റെ പേരാണ് ഓൺലൈൻ ധീര ബാച്ച്. ഓക്കെ, സോ ധീര ബാച്ചിലെ ടോട്ടൽ കോഴ്സ് ഫീ വരുന്നത് 19,499 ആണ്. അതിനകത്ത് സ്റ്റഡി മെറ്റീരിയൽ ഇൻക്ലൂഡഡ് അല്ല. സ്റ്റഡി മെറ്റീരിയൽ ഇല്ലാതെ നമുക്ക് ഒരു 19,499 ആണ്. അതിൽ ലൈവ് ക്ലാസ്, റെക്കോർഡിങ്സ്, PYQ ഡിസ്കഷൻ, പിന്നെ ആപ്പിലുള്ള എല്ലാ ഫീച്ചേഴ്സും, AI ഗുരു, ഇൻഫിനിറ്റ് പ്രാക്ടീസ് തുടങ്ങിയുള്ള ആപ്പിനുള്ള ഫുൾ ഫീച്ചേഴ്സും അടക്കം, ക്വാളിറ്റി ക്ലാസ്സുകളും എല്ലാം അടക്കം, നേരത്തെ പറഞ്ഞ എല്ലാ എക്സാമുകളും അടക്കം നിങ്ങൾക്ക് വരുന്ന എമൗണ്ട് ആണ് 19,499. ആ ഒരു പ്രൈസിൽ വേറെ ആരെങ്കിലും ഇത്രയും ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറ്റ്സ് എ പ്രൗഡ് ഗ്യാരണ്ടി. ഓക്കെ, ഇനി അതേസമയം നിങ്ങൾക്ക് മെറ്റീരിയൽസും കൂടെ വേണമെന്നാണ് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 1,000-2,500 അത്രയും കണ്ടാണ് കൂടുതൽ വരാമെന്ന് എനിക്ക് തോന്നുന്നത്. അത് നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ അഡ്രസ്സ് കൊടുത്തിട്ടായിരിക്കും രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ഫ്യൂ ഡേയ്സ് എൻറ്റയർ മെറ്റീരിയൽസ് നിങ്ങളുടെ വീട്ടിലേക്ക് കൊറിയറായിട്ട് വന്നോളും. നിങ്ങൾക്ക് പോസിബിൾ ആണോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമാണ് ഈ കാണുന്നത്. ഇവരൊക്കെ പോസിബിൾ ആക്കിയവരാണ്. ഫസ്റ്റ് അറ്റംപ്റ്റിലോ അല്ലെങ്കിൽ ഒരു വർഷം റിപ്പീറ്റ് ചെയ്തുകൊണ്ടോ IIT അല്ലെങ്കിൽ NIT ഒക്കെ ക്രാക്ക് ചെയ്ത ആൾക്കാരാണ് ഇവരെല്ലാവരും. ഇനി നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ടൊരു ക്ലാസ്സിലേക്കാണ് ജോയിൻ ചെയ്യാൻ ആഗ്രഹം എന്ന് വിചാരിക്കുക. ഓഫ്ലൈൻ ക്ലാസ്സുകളിലേക്കാണ് ജോയിൻ ചെയ്യാൻ ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 6009-100-300 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ പ്രോസസ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇൻഫോംഡ് ആയിട്ട് അവിടെ കിട്ടുന്നതാണ്. നിങ്ങൾ അത് ഓർത്തും പേടിക്കേണ്ട. ഇനി ഞാൻ നോക്കുന്നത് നിങ്ങളുടെ ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലാരിഫൈ ചെയ്യാനാണ്. ഇപ്പോൾ കെമിസ്ട്രി എന്നുള്ള സബ്ജക്റ്റിനെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണമെന്നുള്ള ഒരു ഫുൾ ഐഡിയ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ലാസ്റ്റ് 5 ഇയർ PYQs എല്ലാം പ്രാക്ടീസ് ചെയ്ത് ജനുവരിയിൽ മെയിൻസിന് 99% കിട്ടാൻ സാധിക്കുമോ? ആദിത്യ, വളരെ സിമ്പിളായിട്ട് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ DPPയിലുള്ള എല്ലാ ചോദ്യങ്ങളും ചെയ്തിട്ടുണ്ട്, പിന്നെ NCERTയിലെ എല്ലാ ചോദ്യങ്ങളും ചെയ്തിട്ടുണ്ട്, കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ അല്ലെങ്കിൽ 2019 തുടങ്ങിയുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, എക്സാമുകൾ എഴുതുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ 99% ഗ്യാരണ്ടീഡ് ആണ്. ഇറ്റ് ഈസ് എ ഗ്യാരണ്ടീഡ് പെർസെൻറ്റേജ്. 100% ഗ്യാരണ്ടി ചെയ്യാൻ എനിക്ക് പറ്റും. ഓൺലൈനിൽ മോക്ക് ടെസ്റ്റ് ആൻഡ് റിസോഴ്സസ് കിട്ടുമോ ഇൻ +1 വിത്ത് JE പ്രിപ്പറേഷൻ? ഓൺലൈനിലെ ക്ലാസ്സുകൾക്ക് പുറമെ നിങ്ങൾക്ക് മെറ്റീരിയൽ വീട്ടിലേക്ക് അയച്ചു തരും. രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങൾ അഡ്രസ്സ് കൊടുത്തിട്ടായിരിക്കും രജിസ്റ്റർ ചെയ്യുക, ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന ആ ഒരു ലൊക്കേഷനിലേക്ക് അല്ലെങ്കിൽ അഡ്രസ്സിലേക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിനനുസരിച്ച് സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് പാർസലായിട്ട് വന്നോളും വിത്തിൻ ഫ്യൂ ഡേയ്സ്. ഓക്കെ, ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് പഠിക്കാൻ, ബട്ട് മിക്ക ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റുന്നില്ല. സുനീറ, ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അതിനൊരു പോസിബിൾ റീസൺ എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ് ക്ലാരിറ്റി കുറവോ അല്ലെങ്കിൽ പ്രാക്ടീസിൻ്റെ കുറവോ ആയിരിക്കും. ചില ആൾക്കാർ കാൽക്കുലേഷനിൽ കുറേ സമയം എടുക്കുന്നവരുണ്ട്. ഫിസിക്കൽ കെമിസ്ട്രിയിലോ ഫിസിക്സിലോ മാത്സിലോ കാൽക്കുലേഷനിലാണ് നിങ്ങൾ സമയം എടുക്കുന്നതെങ്കിൽ അവിടെ വേറെ ഓരോ ഓപ്ഷനും ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യണം, കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം. കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് സംഭവം സ്മൂത്തായി വരും. ഇറ്റ് ടേക്സ് ടൈം ബട്ട് ഇറ്റ് വിൽ ഹാപ്പൻ.
പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ എഫേർട്ട് ഇട്ട് നിങ്ങൾ റെഗുലറായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇനി അതേസമയം നിങ്ങൾക്ക് കാൽക്കുലേഷൻ ഓക്കെയാണ്, പക്ഷേ ചില ചോദ്യങ്ങൾ ചെയ്യാൻ കിട്ടുന്നില്ല. അതിൻ്റെ അർത്ഥം കോൺസെപ്റ്റ് ക്ലാരിറ്റിക്ക് കുറവുണ്ടെന്നാണ്. അപ്പോൾ ഒന്നെങ്കിൽ അത് റിവിഷൻ്റെ കുറവുകൊണ്ടാകാം, അല്ലെങ്കിൽ ക്ലാസ് നമ്മൾ ചെറിയ കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ വിട്ടുപോയതുകൊണ്ടാവാം. അപ്പോൾ എൻ്റെ ഒരു സജഷൻ, കോൺസെപ്റ്റ് ശരിയാവാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് എങ്കിൽ ക്ലാസ് ഒന്ന് റീവാച്ച് ചെയ്യുക. അല്ലെങ്കിൽ അതിനുള്ള സമയമില്ല എങ്കിൽ മൈൻഡ് മാപ്പ് ഉപയോഗിച്ചോ, നമ്മുടെ സ്ലൈഡുകൾ ഉപയോഗിച്ചോ, അല്ലെങ്കിൽ നോട്ടുകൾ ഉപയോഗിച്ചോ ഒന്ന് റിവിഷൻ ചെയ്യുക. അതിനുശേഷം ക്വസ്റ്റ്യൻസിലേക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഇതിനകത്ത് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവാൻ വഴിയില്ല. ഓഫ്ലൈൻ ഓർ ഓൺലൈൻ ബെറ്റർ? സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് സ്യൂട്ട് ആവുന്ന ഏതാണോ അത് നിങ്ങൾ തിരഞ്ഞെടുക്കാമെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ട് സോണിലിരുന്ന് പ്രിപ്പയർ ചെയ്യുന്നതാണ് സൗകര്യം. നല്ല ഫുഡൊക്കെ കഴിച്ച് വീട്ടിലത്തെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലുള്ള ആൾക്കാരുടെ കൂടെ നിന്ന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പഠിച്ചാൽ മതി. പക്ഷെ അറ്റ് ദ സെയിം ടൈം നിങ്ങളെ മോണിറ്റർ ചെയ്യാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ പഠിച്ചോളും, നിങ്ങളെ മോണിറ്റർ ചെയ്യാൻ വേറെ ആരും വേണ്ട. 1 ഇയറിലേക്കുള്ള 100% ഡെഡിക്കേഷൻ നിങ്ങളുടെ കയ്യിൽ നിന്നുണ്ട്. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആണ് എങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ചൂസ് ചെയ്യാം. അതേസമയം നിങ്ങൾക്ക് തോന്നുകയാണ് എൻ്റെ കൂടെ ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുടെ കൂടെ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നതാണ് എനിക്ക് നല്ലത്, ആ സമയത്ത് എന്നെ നോക്കാനും ഗൈഡ് ചെയ്യാനും ആൾക്കാരുണ്ട്, അങ്ങനെ ഒരു ഫീലിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ തിരഞ്ഞെടുക്കാം. അപ്പോൾ ഓൺലൈൻ ഓർ ഓഫ്ലൈൻ ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈലം നിങ്ങൾക്ക് തരുന്ന ക്ലാസ്സുകളിലോ മെറ്റീരിയൽസിലോ ക്വാളിറ്റി ഡിഫറൻസ് ഇല്ല. നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ഏതാണോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ നല്ലത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് ചെയ്യാം. റിസൾട്ട് രണ്ടിനകത്തും ഒരുപോലെ വരുള്ളൂ. ജസ്റ്റ് ദാറ്റ് നിങ്ങൾ ഏതെങ്കിലും ഒരു ഫേസിൽ അല്ലെങ്കിൽ ഒരു വഴിക്ക് നിങ്ങൾക്ക് കൺസിസ്റ്റൻസി പറ്റുന്നില്ല എങ്കിൽ, ഇപ്പോൾ സ്വന്തമായിട്ടിരുന്ന് പഠിക്കുക, അപ്പോൾ എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല, നാട്ടിലത്തെ പല കാര്യങ്ങൾക്ക് പോകേണ്ടി വരും, അതുപോലെ വീട്ടിലത്തെ പല കാര്യങ്ങൾക്ക് പോകേണ്ടി വരും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകേണ്ടി വരും, അങ്ങനെ സമയം നഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ടേക്ക് ഓഫ്ലൈൻ. ഇനി അതല്ല, വേറെ ഒരു പ്രശ്നമില്ല, എനിക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, ഞാൻ എൻ്റെ കംഫർട്ട് സോണിലിരുന്ന് പ്രിപ്പയർ ചെയ്യുന്നതാണ് എനിക്ക് കോൺഫിഡൻസ് എന്നാണെങ്കിൽ ടേക്ക് ഓൺലൈൻ. അപ്പോൾ അത് നിങ്ങളുടെ പേഴ്സണാലിറ്റിക്കും നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് സെലക്ട് ചെയ്യാനേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ക്ലാസ്സുകളെല്ലാം ഐഡൻറ്റിക്കലായിരിക്കും. ഓക്കെ. എക്സ്ട്രാ തിയറി ആർ കമ്മിങ് ഇൻ സം ക്വസ്റ്റ്യൻസ്. എടാ, വളരെ പഴയ ചോദ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ചില സമയത്ത് ചില ടോപ്പിക്കുകൾ അങ്ങനെ ഉണ്ടാവാം. അങ്ങനെയുള്ള ടോപ്പിക്കുകൾ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യാം. ഓക്കെ, ഔട്ട് ഓഫ് ദ സിലബസ് ചോദ്യങ്ങൾ ചില സമയത്ത് വരാം, പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. കാരണം നിങ്ങൾ എഴുതുന്ന 75 ചോദ്യങ്ങളിൽ ഒരു ചോദ്യമായിരിക്കും ചിലപ്പോൾ ഔട്ട് ഓഫ് ദ സിലബസ്. ബാക്കിയുള്ള 74 ചോദ്യം ഇൻ ദ സിലബസ് ആണല്ലോ. നമ്മൾ അത് ഫോക്കസ് ചെയ്യുന്നതാണ് ഫസ്റ്റ് പ്രയോറിറ്റി, നല്ലത്. ഓക്കെ, ഞാനിവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ട്, എന്താണ് നിന്റെ ചോദ്യം? ഞാൻ കണ്ടില്ല. നിഞ്ച വാരിയർ, DPP ഹാർഡ് കോപ്പി എവിടെ കിട്ടും? DPP ഹാർഡ് കോപ്പി ആയിട്ട് നിങ്ങൾക്ക്, അതായത് നമ്മുടെ എൻറോൾഡ് സ്റ്റുഡൻസിനെ നിങ്ങൾക്ക് കിട്ടുന്നതല്ലാതെ വേറൊരു DPP നിങ്ങൾക്ക് തരില്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ക്ലാസ് ജോയിൻ ചെയ്ത ശേഷം നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യും. നിങ്ങൾ റിപ്പീറ്റർ ആണ് എങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾ എൻറോൾ ചെയ്ത ശേഷം നമ്മുടെ ആപ്പിനകത്ത് തന്നെ സ്റ്റോർ ഉണ്ടാവും, ആപ്പ് സ്റ്റോർ ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? DPPs പർച്ചേസ് ചെയ്യാം, അത് വീട്ടിലേക്ക് എത്തും. ഓഫ്ലൈനായിട്ടാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓൺ ദ മൊമെൻറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ലൈക്ക് അഡ്മിഷൻ എടുക്കുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് DPP മെറ്റീരിയൽ നിങ്ങൾക്ക് കയ്യിലേക്ക് തരും. അങ്ങനെയാണ് ഉണ്ടാവുക. വിത്തൗട്ട് കോച്ചിങ് അലോങ് +1 +2 ഈസ് ഇറ്റ് പോസിബിൾ വയ റിപ്പീറ്റിംഗ്? അമയ, കോച്ചിങ് ഇല്ലാതെ ആണ് എങ്കിൽ എന്ത് വ്യത്യാസം എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ പറയാം. കോച്ചിങ് ഇല്ലാതെ ആണെങ്കിൽ നമുക്ക് ബേസിക്കലി ഒരു ഗൈഡൻസ് ഇഷ്യൂ വരും. കോൺസെപ്റ്റ് ക്ലാരിറ്റി ഒരു പരിധി വരെ നമുക്ക് കിട്ടുള്ളൂ. കാരണം നമ്മളുടെ +1 +2 ബോർഡ് എക്സാമിന് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ബോർഡ് എക്സാം ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രം. നിങ്ങൾ ഒരിക്കലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ രീതിയിൽ, കോമ്പറ്റേറ്റീവ് എക്സാമിന് ആവശ്യമായ രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നില്ല. അവിടെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് അവിടെ എക്സ്പേർട്ട് ഗൈഡൻസ് കിട്ടുന്നില്ല, എക്സ്പേർട്ട് ക്ലാസ്സുകൾ കിട്ടുന്നില്ല, നിങ്ങളുടെ പ്രാക്ടീസ് വളരെ കുറവാണ്, അതുകൊണ്ട് നിങ്ങളുടെ കൺസിസ്റ്റൻസി കുറവാണ്, നിങ്ങൾ വേറെ പല കാര്യങ്ങളിലും ഇൻവോൾവ് ആണ്, ഫോക്കസും കുറവാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടില്ല എന്നല്ല, കിട്ടാനുള്ള ചാൻസസ്, പ്രോബബിലിറ്റി കുറയും. പക്ഷെ അതേസമയം ഒരു ഗൈഡൻസ് ഉണ്ട്, നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ടുള്ള ഷെഡ്യൂൾ ഒരാൾ തരുന്നുണ്ട്, ഇതെല്ലാം സൈലത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, ഇതെല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് കിട്ടുന്നുണ്ട് എങ്കിൽ ദ ചാൻസസ് ഓഫ് സക്സസ് ഈസ് ഹൈ. അങ്ങനെ എനിക്ക് പറയാം. ഓക്കെ, NCERT പഴയത് യൂസ് ആക്കാമോ? അർജു, എടാ നിനക്ക് വെറുതെ NCERT ഏത് ചാപ്റ്ററാണോ NCERTയുടെ വേണ്ടത് ജസ്റ്റ് അത് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് PDF എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ റിസൾട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? PDF ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇറ്റ്സ് എവറിത്തിങ് ഈസ് ഇറ്റ് യുവർ ഫിംഗർ ടിപ്സ്. ജസ്റ്റ് ഗൂഗിളിൽ ഇപ്പോൾ കെമിക്കൽ കൈനറ്റിക്സ് ആണ്,
NCERT കെമിക്കൽ കൈനറ്റിക്സ് PDF എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എൻ്റെ PDF ഡൗൺലോഡ് ചെയ്യാം വിത്തിൻ 1 ക്ലിക്ക്. ഓക്കെ, അപ്പോൾ പഴയതേ ഉള്ളൂ എന്ന് വിചാരിച്ച് പേടിക്കേണ്ട, പുതിയ NCERT ഡയറക്റ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ആദിത്യദാസ് പറയുന്നുണ്ട് കിട്ടും, കോച്ചിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്, വൺ ഓഫ് ദ സീനിയർ ഗോഡ് എയർ 6K റൗണ്ട്, വെരി ഗുഡ്. ഹലോ ഓസ്റ്റിൻ. ഓക്കെ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകളുണ്ടെങ്കിൽ പറയാമോ? AI ഗുരു അയക്കുന്ന PDF DPP അല്ലേ? അല്ല, ഇറ്റ് ഇസ് നോട്ട് DPP. അത് DPP അല്ല കേട്ടോ. അതല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള കെമിസ്ട്രി എന്നുള്ള സബ്ജക്റ്റ് ശ്രദ്ധിക്കുക മക്കളെ. JEE മെയിൻസ് എക്സാമിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്കോറിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കും കെമിസ്ട്രി, ദ മോസ്റ്റ് സ്കോറിംഗ് സബ്ജക്റ്റ് ഔട്ട് ഓഫ് ഓൾ. ആൻഡ് നിങ്ങൾക്ക് സബ്ജക്റ്റ് വൈസ് കട്ട് ഓഫ് ഇല്ല. ഫിസിക്സിൽ ഇത്ര വേണം, കെമിസ്ട്രി ഇത്ര വേണം, മാത്സിൽ ഇത്ര വേണമെന്നില്ല. നിങ്ങൾ ഫിസിക്സിൽ ഒരു 17-18 ചോദ്യവും കെമിസ്ട്രിയിൽ ഒരു 22 ചോദ്യങ്ങളും മാത്സിൽ ഒരു 4-5 ചോദ്യങ്ങളും മേടിച്ചാൽ തന്നെ നിങ്ങൾക്ക് 99% ഗ്യാരണ്ടി കാണും. ഓക്കെ, സോ ഈ ഒരു ഗ്യാരണ്ടി എനിക്ക് പറയാൻ പറ്റും. കെമിസ്ട്രിയിൽ ഒരു 20-22 ചോദ്യം ഏറ്റവും എളുപ്പം അതായുണ്ടോ. ഇനി ഞാനത് ഒരു 2-3 ചോദ്യങ്ങൾ എന്തായാലും ടഫ് ആയിരിക്കും, ലീവ് ഇറ്റ്. ഈസി മോഡറേറ്റ് ലെവലിലുള്ള എല്ലാ കെമിസ്ട്രി ഫിസിക്സ് ചോദ്യങ്ങളും ഒരു 4-5 മാത്സ് ചോദ്യങ്ങളും ചെയ്തു വിചാരിക്കുക. ഇനഫ്, യു ആർ ഗെറ്റിംഗ് 99%. ഇതാണ് നമുക്ക് അറിയാവുന്ന കാര്യം. ഓക്കെ, ലൈക്ക് അത്രയും ചെയ്താൽ മതി നിങ്ങൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, യെസ്. നമ്മുടെ സൈലത്തിൻ്റെ ആപ്പിനകത്ത് NCERT വേറെ അവൈലബിൾ ആട്ടോ. സൈലത്തിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിലുള്ള കാര്യം ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ദെൻ എല്ലാവരും കെമിസ്ട്രി ഈസി ആണെന്ന് പറയുന്നു, പക്ഷേ എനിക്കെന്തോ മനസ്സിലാവുന്നില്ല. കെമിസ്ട്രി മനസ്സിലാവുന്നില്ല എന്നാണോ? അതെന്താ എനിക്ക് മനസ്സിലായില്ല അർജുൻ. ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. എനി സൊല്യൂഷൻസ്? എടാ, കോൺസെപ്റ്റ് ക്ലാരിറ്റിക്ക് ശേഷം കൂടുതൽ പ്രാക്ടീസ്. ഓക്കെ, പ്രാക്ടീസാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ വരിക. ഓർഗാനിക് കെമിസ്ട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രാക്ടീസാണ്. ഇനോർഗാനിക് ഞാൻ പറഞ്ഞു റീഡിംഗ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പ്രയോറിറ്റൈസ് ചെയ്യുക, കൂടുതൽ ടൈം കൊടുക്കുക, റിപ്പീറ്റഡ് ആയിട്ട് റിവൈസ് ചെയ്യുക. ഒരു കാര്യം കൂടെ പറയട്ടെ, ഓർഗാനിക് കെമിസ്ട്രിയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയും കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ 12th നിങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ആ ഓർഡർ തന്നെ പഠിച്ചു പോവുക. ഒന്ന് ജനറൽ ഓർഗാനിക് കെമിസ്ട്രി, ഹൈഡ്രോ കാർബൺ, ഹാലോ ആൽക്കൻ, ഹാലോ അരീൻസ്, ദെൻ ആൽക്കോൾ, ഫീനോൾ, ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ്, അമൈൻസ്. ആ ഓർഡർ തന്നെ പഠിക്കുക. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് ജനറൽ ഓർഗാനിക് കെമിസ്ട്രി കവർ ചെയ്തു വിചാരിക്കുക. ഹൈഡ്രോ കാർബൺ തുടങ്ങുന്നതിന് മുൻപ് ജനറൽ ഓർഗാനിക് കെമിസ്ട്രി മുഴുവനായിട്ടൊന്ന് റിവൈസ് ചെയ്യാം. മൈൻഡ് മാപ്പ് വെച്ച് റിവൈസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ കുറച്ച് ചോദ്യങ്ങൾ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് റിവൈസ് ചെയ്യാം. ഹൈഡ്രോ കാർബൺ കഴിഞ്ഞ് ഹാലോ ആൽക്കൈനിലേക്ക് പോകുന്നതിന് മുൻപ് ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയും ഹൈഡ്രോ കാർബണും റിവൈസ് ചെയ്യാം. ഹാലോ ആൽക്കൈൻ കഴിഞ്ഞ് ആൽക്കോൾ ഫീനോളിലേക്ക് പോകുമ്പോഴത്തേക്കും മുൻപ് കഴിഞ്ഞ 3 ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്ററും റിവൈസ് ചെയ്യാം. അതായത് റിവിഷൻ എന്ന് പറയുന്നത് കൂട്ടി കൊണ്ടുവരിക. ഓരോ ചാപ്റ്റർ കഴിയുന്നതിനനുസരിച്ച് നിങ്ങളുടെ റിവിഷൻ പാറ്റേണിലേക്ക്, റിവിഷൻ സ്ട്രാറ്റജിയിലേക്ക്, റിവിഷൻ ഷെഡ്യൂളിലേക്ക് ഓരോരോ ചാപ്റ്റേഴ്സ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഓർഗാനിക് കെമിസ്ട്രിയിൽ ചോദ്യങ്ങൾ കണക്റ്റഡ് ആയിട്ട് വരാം, പല ചാപ്റ്ററും കണക്ട് ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ വരാം. അപ്പോൾ റിവിഷൻ അവിടെ ഹെൽപ്പ് ചെയ്യും. അതൊരു സജഷനാണ് കേട്ടോ. യെസ്, എനിത്തിങ് എൽസ്? JEE 5 ന്യൂമറിക്കൽ ഉണ്ടല്ലോ, അതെങ്ങനെ മാനേജ് ചെയ്യും? പ്രാക്ടീസ്. ഓക്കെ, മാനേജ് ചെയ്യുക എന്നുള്ളതല്ല പ്രശ്നം. ടൈം ഒരു വിഷയം ആയിട്ട് ഉണ്ടാവില്ല. ഏറ്റവും ഈസിയുള്ള ചോദ്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരിക്കലും ഞാൻ പറഞ്ഞില്ലേ, എക്സാമുകളിൽ കൂടെ നിങ്ങൾക്ക് കുറേ സ്കില്ല് ഡെവലപ്പ് ആവാനുണ്ട്. അതായത് ചില ആൾക്കാർ ഇങ്ങനെയാണ്, ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ആ ചോദ്യം തീർത്തിട്ടേ വേറെ ഏത് ചോദ്യത്തിലേക്കും പോകൂ എന്നുള്ള ആൾക്കാർ ചിലരുണ്ട്. ചില ചോദ്യം കഴിഞ്ഞിട്ടേ വേറെ മാറുള്ളൂ. അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. നമ്മുടെ പ്രയോറിറ്റി മാക്സിമം മാർക്ക് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ചോദ്യം കിട്ടുന്നില്ലെങ്കിൽ അത് ഓൺ ദ സ്പോട്ട് വിടുക, അടുത്ത ഈസി ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കുക. ഓക്കെ, എല്ലാ ഈസി മോഡറേറ്റ് ചോദ്യങ്ങളും തീർന്നു. അതിനുശേഷം മാത്രം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ചോദ്യത്തിന് സമയം കൊടുക്കുക. അതാണ് നമ്മുടെ സ്ട്രാറ്റജി. ആരും നമ്മളോട് പറയുന്നില്ല ആദ്യം വരുന്ന ചോദ്യം ചെയ്തിട്ട് അടുത്തേക്ക് പോകാൻ പാടുള്ളൂ എന്ന് ആരും പറയുന്നില്ല. നമുക്ക് വേണ്ടത് മാക്സിമം മാർക്കാണ്. ഈ സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് മോക്ക് എക്സാം വഴിയാണ്. ഓക്കെ, ദെൻ വിത്തൗട്ട് കോച്ചിങ് ഇൻ +1 and +2 ആഫ്റ്റർ ത്രൂ റിപ്പീറ്റിംഗ് ഇൻ എ കോച്ചിങ് സെൻറ്റർ ആർ ഡെഫിനറ്റ്ലി പോസിബിൾ. പക്ഷേ ഒരൊറ്റ പ്രശ്നമുള്ള അമ്മയ, നമ്മളവിടെ അഡീഷണൽ ഒരു വർഷം അവിടെ കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യം മാത്രം. ഓക്കെ, സൂപ്പർ കിങ്സ് ബാച്ചിൽ ഞാൻ സൂപ്പർ കിങ്സിലെ ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ. കെമിസ്ട്രി ടഫാണെന്ന് പറയുന്ന ആൾക്കാർ കുറേ പേരുണ്ടാവുമല്ലോ. നിങ്ങളെല്ലാവരും ഞാൻ എഴുതി ഒപ്പിട്ട് തരാമേ, ഒരു 99% പേരുടെ കാര്യത്തിലാണ്. 99% ആൾക്കാരും ഇവഞ്ച്വലി എക്സാം ഹോളിൽ ചെല്ലുമ്പോൾ
ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്നത് കെമിസ്ട്രിക്കായിരിക്കും, ഗ്യാരണ്ടി. ഓക്കെ, കെമിസ്ട്രി ടഫാണെന്ന് പറയുന്ന എല്ലാ ആൾക്കാരും ഇവഞ്ച്വലി മാർക്ക് വാങ്ങുന്നത് കെമിസ്ട്രിക്കായിരിക്കും. ഐ ക്യാൻ സൈൻ ഫോർ ഇറ്റ്. ഓക്കെ, അതൊരു ഗ്യാരണ്ടിയാണ്. കാരണം അത് കാലകാലങ്ങളായിട്ട് നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. വേറെ ഏത് സബ്ജക്റ്റിനേക്കാൾ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് വരെ കെമിസ്ട്രിയിലായിരിക്കും. ഓക്കെ, ഓക്കെ. ഇനി ഒരു കാര്യം കൂടെ പറയാം. സൈലം അല്ലാതെ ഇത്രയും ഫീച്ചറുകളും ഇത്രയും കണ്ടന്റും വേറെ ആരും നിങ്ങൾക്ക് തരുന്നില്ല. ഇപ്പോൾ വേറൊരു ആളുടെ പേര് നിങ്ങൾ പറയുന്ന സമയത്ത് മേ ബി നിങ്ങൾക്ക് നിങ്ങൾക്ക് സജഷൻസ് പറയാം, എല്ലാം പറയാം. ഓക്കെ, സൈലത്തിൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഗ്യാരണ്ടി ചെയ്തതാണ്, ഇതിങ്ങനെയാണ്. ഓക്കെ, ASAT സ്കോളർഷിപ്പ് എടുക്കുക, എനിക്ക് 90% കിട്ടി. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, സോ ബാക്കിയുള്ള വേറെ ഡൗട്ടുകളൊന്നും ഇല്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് കെമിസ്ട്രി എന്നുള്ള സബ്ജക്റ്റിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ടുകളായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ശേഷം ലൈവിൻ്റെ കമൻറ്റുകളായിട്ട് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള റിപ്ലൈസ് ഞാൻ അത് തന്നുകൊണ്ടിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഷാൽ വി വൈൻഡപ്പ്? ഓക്കെ, സോ അങ്ങനെ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? സോ കെമിസ്ട്രി എന്നുള്ള സബ്ജക്റ്റ് എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളൊരു കംപ്ലീറ്റ് പിക്ചർ നിങ്ങൾക്ക് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഓൾ ദ വെരി ബെസ്റ്റ്. ഈ വർഷം നമ്മൾ എന്തായാലും ക്രാക്ക് ചെയ്യും. അത് മാത്രമല്ലടാ, ഓരോ പോയിന്റിൽ ഇപ്പം നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഓരോ പോയിന്റുകൾ എത്തുമ്പോഴത്തേക്കും നമ്മുടെ സ്ട്രാറ്റജീസിൽ ചെറിയ ചേഞ്ചുകൾ വേണം. ചില രീതിയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒന്നുകൂടെ ഒന്ന് അഡാപ്റ്റ് ആവേണ്ടി വരും പല സിറ്റുവേഷൻസ് ആയിട്ട്. അതൊക്കെ വേണ്ട സമയത്ത് നിങ്ങളെ ഗൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മൾ. നിങ്ങൾ അതോർത്തും പേടിക്കേണ്ട. ഈ ഒരു എൻറ്റയർ റിപ്പീറ്റർ ജേണിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സൂപ്പർ കിങ്സ് ജേണിയിൽ ത്രൂ ഔട്ട് നമ്മളുണ്ടാവും. എക്സാം ഹാളിൽ കയറുന്നവരെ വരെയല്ല, നിങ്ങൾ അഡ്മിഷൻ കിട്ടുന്നവരെ വരെ നമ്മളുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഇവിടെ പല ടീച്ചേഴ്സും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓപ്ഷൻ ഫില്ലിങ്ങിനുള്ള ഡാറ്റ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇൻഡിവിജ്വലി പേഴ്സണലായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അവസാനം നിങ്ങൾ കോളേജിൽ കയറുന്നിടം വരെ, നിങ്ങളുടെ കോളേജിലെ ഫസ്റ്റ് ഡേ വരെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ ആ കാര്യം കൂടെ ഓർക്കുക. ജസ്റ്റ് നിങ്ങൾ എക്സാം വരെ അല്ല, ടിൽ യുവർ കോളേജ് ഡേയ്സ് അതുവരെ ഞങ്ങൾ കൂടെ ഉണ്ടാവും. നിങ്ങൾ അത് ഓർത്തും പേടിക്കേണ്ട. ഓക്കെ, ഫിസിക്കൽ കോൺസെപ്റ്റ് ക്ലിയർ അല്ലെങ്കിൽ അത് സെറ്റ് ആക്കാനാണോ ക്വസ്റ്റ്യൻ ചെയ്യണോ? ഇപ്പോൾ ഫസ്റ്റ് കോൺസെപ്റ്റ് ക്ലാരിറ്റി ആണ്. ഓക്കെ, ഒരു 95% ക്ലാരിറ്റി ആയ ശേഷം മാത്രം ചോദ്യങ്ങളിലേക്ക് കിടക്കുക. ബാക്കിയുള്ള 5% അവിടെ നിന്ന് കിട്ടിക്കോളും. പക്ഷേ ഒരു 70% മാത്രം ക്ലാരിറ്റി കൊണ്ട് ചോദ്യം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യരുത്. ഫുൾ ആദ്യം ഒരു ക്ലാരിറ്റി കിട്ടിയ ശേഷം മാത്രം പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ഓഫ്ലൈൻ മോക്ക് ടെസ്റ്റ് സീരീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഓഫ്ലൈൻ മോക്കുകൾ എന്ന് പറയുന്നത് മന്ത്ലിയുള്ള GIB എക്സാമുകളുണ്ടാവും, ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ എക്സാംസ്. അത് ആക്ച്വൽ JEE പാറ്റേണിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും, സെൻറ്ററുകൾ വെച്ചിട്ട്. നമ്മൾ ഈ ചാനലിൽ തന്നെ ഓരോ മാസം നടക്കുന്ന GIB എക്സാമുകളുടെ അപ്ഡേറ്റും സെൻറ്ററും രജിസ്ട്രേഷൻ ലിങ്കും എല്ലാം വന്നിട്ടുണ്ടാവും. അതിന് വേറെ ചാർജുകളോ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, സോ അങ്ങനെയാണ് നമുക്ക് ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ലെറ്റ്സ് വൈൻഡ് അപ്പ് ഫോർ ടുഡേ. നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.